Firstly, thank you so much for joining us for this webinar today. ഇന്നിവിടെ ഈ വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നത് കാനപ്രൂ കൺസൾട്ടൻസി സർവീസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റീസെന്റ് കാനഡ ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. അപ്പം ഇന്നിവിടെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ബിനോയ് പി ആർ, സിഇഒ ഓഫ് കാനപ്രൂ, മിസ് സപ്ന ജോസഫ്, ബ്രാഞ്ച് മാനേജർ അറ്റ് കോട്ടയം, ആൻഡ് മൈസെൽഫ് രാഗിമ ആനന്ദ്, എഡ്യൂക്കേഷൻ മാനേജർ അറ്റ് കാനപ്രൂ. നമ്മുടെ വെബിനാർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ കാനപ്രൂവിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് വി ഹാവ് 113 പാർട്ടിസിപ്പൻസ്. ക്യാൻ ഐ പ്രൊസീഡ് ഫർദർ? കാനപ്രൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനപ്രൂ ഒരു സർട്ടിഫൈഡ് മൾട്ടിനാഷണൽ കമ്പനിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1998. അതായത് 22 years ഓൾഡ് കമ്പനിയാണ് കാനപ്രൂ. 22 years സർവീസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് കാനപ്രൂ. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് കാനഡയിലാണ്. അതുപോലെ വി ഹാവ് 12 ബ്രാഞ്ചസ് സ്പ്രെഡ് അക്രോസ് കാനഡ, ഓസ്ട്രേലിയ, ക്യൂബെക്, ദുബായ്, ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ അറൌണ്ട് 5 ബ്രാഞ്ചസ് ഉണ്ട്. കാനപ്രൂ ഒരു കാനഡ, ക്യൂബെക്, ഓസ്ട്രേലിയ ഗവൺമെന്റ് ലൈസൻസ്ഡ് കമ്പനിയാണ് കാനപ്രൂ. കാനപ്രൂവിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ് വെറോണിക്ക മോയ് കനേഡിയൻ സിറ്റിസൺ ആണ്. അതുപോലെ ICCRC ആൻഡ് ക്യൂബെക് ഇമിഗ്രേഷൻ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിസ് ഡ്രൂ മോയ് അഗൈൻ കാനഡ സിറ്റിസൺ ആണ്. അഡ്വക്കേറ്റ് ബിനോയ് പി ആർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് അവർ കമ്പനി. 20+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ ഇമിഗ്രേഷൻ പ്രാക്ടീസ്. ഇമിഗ്രേഷൻ ലോയർ ആണ് അദ്ദേഹം. ലക്കിലി നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ വെബിനാറിലുണ്ട്. ദെൻ മിസ് അഡ്വക്കേറ്റ് സജിത ബിനോയ്, അഗൈൻ 20+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇമിഗ്രേഷൻ പ്രാക്ടീസിൽ. അതുപോലെ കേരള ബാർ കൗൺസിൽ മെമ്പർ കൂടിയാണ് അഡ്വക്കേറ്റ് സജിത ബിനോയ്. ദെൻ മിസ് ബിന്ദു കുറുപ്പ്, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോയർ ആണ് മിസ് ബിന്ദു കുറുപ്പ്. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള പാനൽ ലോയേഴ്സ് ആണ് കമ്പനി റൺ ചെയ്യുന്നത്. അത് തന്നെയാണ് കമ്പനിയുടെ കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി കാനപ്രൂവിൽ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻഡ് ടു എൻഡ് പ്രോസസ് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് കാനപ്രൂവിനുള്ളത്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് കാനപ്രൂവിനുള്ളത്. അതുപോലെ ഹൈ വിസ സക്സസ് റേറ്റ് ഉള്ള ഒരു കമ്പനിയാണ് കാനപ്രൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഇമിഗ്രേഷൻ അപ്ഡേറ്റുമായി മിസ് സപ്ന ജോയിൻ ചെയ്യുന്നു. സോ വെൽക്കം സപ്ന, ഓവർ ടു യു. കാനഡയിൽ പോയാലും അമേരിക്കയിൽ പോയാലും മലയാളം ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് ഇന്ന് കാനപ്രൂ മലയാളത്തിലൊരു വെബിനാർ ഒരുക്കിയിരിക്കുകയാണ്. ഇത് നമ്മളൊരു തമ്മിലുള്ള ഒരു ചർച്ചയായിട്ട്, ഒരു തുറന്ന ചർച്ചയായിട്ട് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാനഡയെ പറ്റി ഇപ്പോൾ ഒരു 2015 എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങി. അതിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്കുള്ള കുടിയേറ്റമാണ്. കുടിയേറ്റം എന്ന് പറയുന്നത് ഒരുപാട് നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് മാറുമ്പോഴും പോളിസീസ് മാറുമ്പോഴും ഒക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഇമിഗ്രേഷൻ. അതുകൊണ്ട് തന്നെ കാനപ്രൂവിനെ പോലെ ലോയേഴ്സ് നയിക്കുന്ന ഒരു കമ്പനി വളരെ പ്രസക്തമായ ഒരു സർവീസാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട നമുക്ക് ഓസ്ട്രേലിയ ഉണ്ട്, കാനഡയുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിൽ നമുക്ക് ഈ കുടിയേറ്റ മാർഗത്തിലൂടെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഒരു രാജ്യമായിട്ട് കാനഡ മാറിയിരിക്കുകയാണ്. കാനഡ ഇപ്പോൾ ഒരു 2015 മുതൽ എത്തിയിരിക്കുന്ന ഒരു മലയാളികളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഒരു കൊച്ചു കേരളമായിട്ട് തന്നെ അവിടെ മാറിയിരിക്കുകയാണ്. ഓണവും ക്രിസ്മസും വിഷുവും ഒക്കെ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടം മലയാളികളുള്ള ഒരു കൊച്ചു കേരളമായിട്ട് തന്നെ കാനഡ മാറിയിരിക്കുകയാണ്. അപ്പൊ കാനഡ, എന്തുകൊണ്ടാണ് കാനഡയിൽ ഇത്രയേറെ അവസരങ്ങൾ വരുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാനഡ ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമാണ്. അത്രയധികം ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ജനസംഖ്യ അവിടെ ഇല്ല. ജനസംഖ്യ കുറവാണ്. അപ്പോൾ കാനഡ ഗവൺമെന്റിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ജനസംഖ്യ കൂട്ടിയാലാണ് അവിടെ നല്ല ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ.
ഈ ഒരു കാരണം കൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തെമ്പാട് നിന്നും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കാനഡയിലേക്ക് എടുക്കുന്നത്. അപ്പൊ അതിന് രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട്. ഒന്ന്, ഉപരിപഠനം വഴി അവരെ എടുത്തിട്ട് പിന്നീട് PR-ലൊക്കെ വരുന്ന മാർഗമുണ്ട്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ തൊഴിൽ കണ്ടെത്തി ജീവിതം കരുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ്. മൂന്നാമത്തെ മാർഗം നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മാർഗമാണ്. അത് പെട്ടെന്ന് അവിടെ എത്താം, വർക്ക് പെർമിറ്റ് ആണ്. അതായത് ജോലി വിസയിൽ നമ്മൾ അവിടെ പോകുന്ന ഒരു മാർഗമാണ്. ഇങ്ങനെ പല മാർഗങ്ങളിലാണ് കാനഡയിൽ നമുക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കാനഡ PR അത്ര പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ, കാനഡയിലെ പല പ്രധാനപ്പെട്ട പ്രത്യേകതകളും, പല സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് കാനഡ. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് താമസിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെന്റ്, സമൂഹത്തിൽ നല്ല ഒരു പുരോഗതിയും നല്ല ഒരു സോഷ്യൽ സ്റ്റാറ്റസോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കാനഡ. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാനഡയുടെ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ വളരെ സ്റ്റേബിൾ ആണ്, വളരെ സ്ട്രോങ് ആണ്. കാരണം നമുക്കറിയാം, ഈ ഒരു മഹാമാരിയുടെ സമയത്ത് പോലും കാനഡ അവിടെയുള്ള ഇമിഗ്രൻസിനും, ഈവൻ നമ്മള് ഉപരിപഠന വിസയിൽ ചെന്ന കുട്ടികൾക്ക് പോലും വളരെയധികം ഒരു സപ്പോർട്ട് നൽകി കൂടെ നിർത്തുകയാണ് ചെയ്തത്. അവർക്കെല്ലാം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കാനഡ ഗവൺമെന്റ് നൽകി. ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെയധികം നല്ല രീതിയിലാണ് സഹായങ്ങൾ നൽകി അവിടെ കൂടെ നിർത്തിയിരിക്കുന്നത്. അത് മറ്റൊരു രാജ്യത്തും നമുക്ക് അത്രയും അധികം ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം കാനഡയുടെ ഇക്കണോമി അഥവാ സമ്പദ് വ്യവസ്ഥ വളരെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ മൈഗ്രേഷനിൽ ചെല്ലുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ, വളരെയധികം കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു കുടുംബമായി ചെല്ലുന്നവർക്ക് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം നമുക്ക് ചെലവ് വരുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം. അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമുക്ക് വളരെയധികം ഡൊണേഷനും വളരെയധികം ഫീസും ഒക്കെ മുടക്കിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിദ്യാഭ്യാസം കാനഡ ഗവൺമെന്റ് PR-ൽ ചെല്ലുന്ന ആളുകളുടെ കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ നൽകുന്നത്. വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചികിത്സാ ചെലവ്. നല്ല ഒരു രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം കാനഡയ്ക്കുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു സപ്പോർട്ട് കാനഡ ഗവൺമെന്റ് PR-ൽ ചെല്ലുന്നവർക്ക് നൽകുന്നുണ്ട്. വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IT മേഖലയിൽ ഏറ്റവും അധികം വളർച്ചയുള്ള, അതിൽ ഏറ്റവും അധികം പണം മുടക്കി വീണ്ടും പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ കാനഡയിലുണ്ട്. പിന്നെ എംപ്ലോയി ബെനഫിറ്റ്, ഇതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മൾ PR-ൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് അവിടെ ചെന്നാൽ ജോലി കിട്ടുമോ? ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ജോലി ആയിട്ടല്ല നമ്മൾ ഇവിടുന്ന് PR-ൽ പോകുന്നത്, പക്ഷേ അവിടെ ജോലി ഉണ്ട്. ജോലി ഇല്ലാത്തത് കൊണ്ടല്ല കാനഡയിൽ ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് പറയാണ്, അയ്യോ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ സ്കില്ലിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടാത്ത ഒരു അവസ്ഥ വരികയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത പഠനം വഴിയും പല രീതിയിലുള്ള സ്കിൽ അപ്ഗ്രഡേഷൻ വഴിയും സ്കിൽ അപ്ഗ്രേഡ് ചെയ്തും ജോലി കിട്ടും. അപ്പൊ ജോലി എന്ന് പറയുന്നത് തീർത്തും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല കാനഡയിൽ PR വിസയിൽ എത്തിക്കഴിഞ്ഞാൽ. ഈ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഏറ്റവും അധികം പെയ്ഡ് ലീവ് കിട്ടുന്ന ഒരു രാജ്യമാണ് കാനഡ. ഏറ്റവും അധികം നല്ല സാലറി കിട്ടുന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമുക്ക് ജോലിയും ജീവിതവും തമ്മിലുള്ള ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജോലി തന്നെയാണ് ജീവിതം പലർക്കും. പക്ഷേ കാനഡയിൽ അങ്ങനെയല്ല. മൺഡേ ടു ഫ്രൈഡേ, അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ഒരു ജോലി ദിവസം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ശനിയും ഞായറും അവധിയാണ്. അവധി എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ ആരും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ സന്തോഷമായിട്ടും അവനവന്റെ കുടുംബത്തോടൊപ്പവും സമയം ചെലവഴിക്കുന്ന ഒരു ദിവസങ്ങളാണ്. അപ്പൊ അത്രയും ഒരു ജീവിതവും ജോലിയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥയുള്ള ഒരു രാജ്യമാണ് കാനഡ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുള്ള
രാജ്യമാണ് കാനഡ. അപ്പൊ പലരും പറയാറുണ്ട് അവിടെ ഭയങ്കര തണുപ്പല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, കുറച്ച് തണുപ്പൊക്കെ ഉള്ള രാജ്യമാണ്. പക്ഷേ തണുപ്പിനേക്കാൾ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് നമ്മൾ കാണുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള തടാകങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെയുള്ള നല്ല നല്ല ഒരു സ്ഥലങ്ങളുള്ള രാജ്യമാണ് കാനഡ. അപ്പൊ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും കുടുംബമായിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുള്ള വലിയ ഒരു രാജ്യമാണ് കാനഡ. അതാണ് കാനഡയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് മൈഗ്രേഷനെ പറ്റി പറയുന്നത്, എനിക്കറിയാം സ്റ്റഡിയിൽ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. നമുക്ക് അത് മാത്രം സ്റ്റഡിയുടെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മൈഗ്രേഷന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ സ്റ്റഡി വഴി പോയാലും അൾട്ടിമേറ്റ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമുക്കൊരു പെർമനന്റ് റെസിഡൻസി, ഒരു സ്ഥിരതാമസത്തിനുള്ള ഒരു ഇത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോ മൈഗ്രേഷന്റെ പല റൂട്ട്സ് ഉണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു റൂട്ട് എന്ന് പറയുന്നത് എക്സ്പ്രസ് എൻട്രി ഡയറക്റ്റ് സെലക്ഷൻ ആണ്. ഈ എക്സ്പ്രസ് എൻട്രി ഡയറക്റ്റ് സെലക്ഷന് നമ്മൾ കിട്ടുന്നതെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടിയത് അതിന് വേണ്ട ഒരു എലിജിബിലിറ്റി പോയിന്റ് ആണ്. അത് 67 പോയിന്റ് ആണ് കാനഡ ക്രമീകരിച്ചിരിക്കുന്ന എലിജിബിലിറ്റി പോയിന്റ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രായം, നമ്മുടെ ജോലി പരിചയം, ഇതെല്ലാം കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ IELTS സ്കോർ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് 67 പോയിന്റ് ലഭിക്കേണ്ടത്. അപ്പൊ പലരും ചോദിക്കും, IELTS കൂടുതൽ സ്കോർ എടുത്താലല്ലേ എനിക്ക് പോകാൻ പറ്റൂ, IELTS കൂടുതൽ കിട്ടിയാലല്ലേ എനിക്ക് 67 കിട്ടൂ, അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചും പല ഫാക്ടേഴ്സ് അനുസരിച്ചും, നിങ്ങളിപ്പം വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് IELTS പോയിന്റ്സ് സ്കോർ ചെയ്താൽ അതിനും പോയിന്റ്സ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ ബ്ലഡ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിന് പോയിന്റ്സ് കിട്ടും. അങ്ങനെ പല രീതിയിൽ IELTS സ്കോർ റിക്വയർമെന്റ്, അതിന്റെ ആവശ്യകത പല രീതിയിലാണ് വരുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും പ്രൊഫൈൽ അനുസരിച്ച് അതിൽ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതാണ് എക്സ്പ്രസ് എൻട്രിയുടെ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം ആണ്. അതായത് നമ്മുടെ പല കാര്യങ്ങൾ ചേർത്ത് വെച്ച് കാനഡ നമുക്കൊരു റാങ്ക് തരും. അപ്പൊ ഈ റാങ്ക് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ IELTSും അത് നമുക്ക് കിട്ടാവുന്ന ഒരു സ്കോർ വെച്ച് നമുക്കത് അസസ്മെന്റ് നടത്തി പറയാൻ പറ്റും. ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്കൊരു 300 പോയിന്റിന് മേളിൽ വന്നാലാണ് നമുക്കിതില് സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പറയും IELTS എക്സ്പ്രസ് എൻട്രിയിൽ ഇപ്പോൾ ഇത്തിരി കൂടിയ സ്കോറിലൊക്കെ അല്ലേ സെലക്ഷൻ നടക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന് വേറെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് നല്ല ക്ഷമ വേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം അതിൽ എപ്പോഴാണ് മാറ്റങ്ങൾ വരിക, എപ്പോഴാണ് സ്കോർ കുറയുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. നമുക്കൊരു കൃത്യമായ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം മാറ്റങ്ങൾ പല രീതിയിൽ വരും. ഇപ്പൊ എക്സ്പ്രസ് എൻട്രി തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. കാരണം അതിന്റെ പ്രധാന കാരണം കാനഡയ്ക്ക് ആളുകളെ വേണം. അപ്പോൾ അവർക്ക് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഈ പൂളിൽ നിന്നാണ് അവർ അതിനെ എടുക്കേണ്ടത്. അപ്പൊ അതിൽ പല ഫാക്ടേഴ്സ് അനുസരിച്ച് അവരതിൽ എണ്ണം കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അതിന് പല മാറ്റങ്ങൾ പല സമയത്തായിട്ട് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ റെഡി ആയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യുക. ഇനി ഈ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വേറൊരു മാർഗം എന്ന് പറയുന്നതാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP. കാനപ്രോവിനെ സംബന്ധിച്ച് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഈ PNPയുടെ വർക്ക് നമ്മൾ തീർത്തും ഒരു ചാർജും തന്നെ മേടിക്കാതെ, കാരണം ആരും തന്നെ അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, ആ ഫുൾ വർക്ക് നമ്മൾ എല്ലാ PNPകളുടെയും വർക്ക് നമ്മൾ ചെയ്തു തരും. റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ സർവീസ് ചാർജ് വാങ്ങുന്നുള്ളൂ. അത്രയും നല്ലൊരു സർവീസ് PNPയിൽ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ഈ PNP എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കുറെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, അങ്ങനെ പല സംസ്ഥാനങ്ങളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കാനഡയിലെ പ്രോവിൻസ് ആണുള്ളത്. പല പ്രോവിൻസുകളുണ്ട്. അപ്പൊ ചിലതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള പ്രോവിൻസുകളായിരിക്കും. എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രോവിൻസ് ആണ് ഒണ്ടാരിയോ, അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയ, മാനിറ്റോബ, അതുപോലെ നോവാസ്കോഷ്യ എന്ന് പറഞ്ഞൊരു പ്രോവിൻസ് ഉണ്ട്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഉണ്ട്, ന്യൂ ബ്രൗൺസ്വിക്ക് ഉണ്ട്, മാനിറ്റോബയുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളായിട്ടും കുറച്ച് ടെറിട്ടറീസുമായിട്ടാണ് കാനഡയെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രത്യേക പ്രോവിൻസുകളുമായിട്ട് ഗവൺമെന്റ് ഒരു പ്രത്യേക ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആളുകളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോ അവിടെ ആളുകളെ വേണം എന്ന് പറയുന്നത് ഡിമാൻഡ് ലിസ്റ്റ് നോക്കിയിട്ടാണ്.
ഡിമാൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ജോലിയുണ്ട്, പക്ഷെ ആ ജോലി ചെയ്യാൻ കാനഡയിൽ ആൾക്കാരില്ല, അവർക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വേണം. അങ്ങനെ വേണ്ടപ്പോൾ ഇവർ ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ നിന്നും ഈ ഡിമാൻഡ് വേണ്ടി അതിന് വേണ്ടി ജോലിക്ക് വേണ്ടി ആൾക്കാരെ എടുക്കുകയാണ്. അപ്പൊ അത് ഈ ഡിമാൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പൊ നമ്മൾ പറയുകയാണ്, അയ്യോ എൻ്റെ അത് ഡിമാൻഡ് ലിസ്റ്റിൽ ഇല്ലല്ലോ, എൻ്റെ ജോലി അതിൽ വരുന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സ്പ്രസ് എൻട്രിയിലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ എല്ലാ പ്രോവിൻസുകളുമായിട്ട് ലിങ്ക് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും. അങ്ങനെയാണ് PNP-കളുടെ കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഇതില് PNP-യിൽ നമ്മൾ സാധാരണ രീതിയിൽ കുറെ വീഡിയോസും കുറെ ഇൻഫർമേഷനും ഒക്കെ കേട്ടിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ആക്ച്വലി ആ PNP വഴി നമുക്ക് എളുപ്പം പോകാൻ പറ്റുമോ, ഇത് വഴി എളുപ്പം, കാരണം നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എളുപ്പത്തിൽ എത്തുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ എത്തണം. പക്ഷേ നമ്മളൊരു വഴി തിരഞ്ഞെടുത്താൽ ആ വഴിയിൽ നമ്മൾ അവിടെ എത്തുമോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ AIPP എന്ന് പറയുന്ന വളരെ പരിചിതമായ ഒരു PNP പ്രോഗ്രാമാണ്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമാണ്. പക്ഷേ അതിന് ജോബ് ഓഫർ വേണം. അപ്പൊ ഈ ജോബ് ഓഫറിനെ പറ്റി പറയുമ്പോൾ രണ്ട് രീതിയിൽ ജോബ് ഓഫർ കാനഡയിൽ നിന്ന് കിട്ടും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് LMIA വഴിയാണ്, ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അതുവഴിയാണ് നമുക്ക് ജോബ് ഓഫർ കാനഡ തരുന്നത്. ഈ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ആ വാക്കിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. അതായത് കാനഡയുടെ ജോബ് മാർക്കറ്റിന് ഇമ്പാക്ട് നെഗറ്റീവായിട്ട് വരുത്താത്ത രീതിയിലുള്ള ഒരു ജോബ് ഓഫർ ആയിരിക്കണം എംപ്ലോയർ നിങ്ങൾക്ക് തരേണ്ടത്. അപ്പൊ ഇത് എംപ്ലോയർ തരണമെങ്കിൽ, അതായത് പോസിറ്റീവ് LMIA എന്നാണ് അതിന് പറയുക. ഈ പോസിറ്റീവ് LMIA ഒരു എംപ്ലോയർ നമുക്ക് തരണമെങ്കിൽ ആദ്യം തന്നെ എംപ്ലോയർ ESDC, എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് കാനഡ എന്ന് പറയുന്ന അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ നിന്ന് ഒരു ഫീസ് അടച്ച് ഈ ജോലിക്ക് എനിക്ക് ഇവിടെ നിന്ന് ആളില്ല എന്ന് പ്രൂവ് ചെയ്യണം. അത് ഈ ഫീസ് അടച്ചാൽ മാത്രം പോരാ. എംപ്ലോയർ കൃത്യമായിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തി, ഇന്റർവ്യൂ നടത്തി, ഈ ഇന്റർവ്യൂവിന്റെ റെക്കോർഡ് അവർക്ക് കൊടുത്ത് കാനഡയിലുള്ള ഒരു വ്യക്തിയെ, PR-ലോ കനേഡിയൻ സിറ്റിസൺ ആയിട്ടോ ഉള്ള ആരും തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് വ്യക്തമായിട്ട് തെളിയിക്കണം. അപ്പോഴാണ് LMIA അഥവാ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് കിട്ടി ആ രീതിയിൽ നമുക്ക് ജോബ് ഓഫർ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ജോബ് ഓഫർ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സ് ഉണ്ട്. അതായത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ചില എംപ്ലോയേഴ്സ് ചില പ്രത്യേക പ്രോവിൻസുകളിൽ ഉള്ളവരുണ്ട്. അവര് നമുക്കൊരു ജോബ് ഓഫർ തരികയാണെങ്കിൽ ഈ LMIA വേണ്ട, ILTS-നും നമുക്ക് കുറച്ച് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. ആ രീതിയിലാണ് രണ്ടാമത്തെ ജോബ് ഓഫർ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇതില് AIPP-യെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാമാണ് RNIP, റൂറൽ നോർത്തേൺ ആൻഡ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഇത് ഒണ്ടാരിയോ, മാനിറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, സെസ്കാച്ചുവാൻ ഈ പ്രത്യേക പ്രോവിൻസുകളെ ഉൾപ്പെടുത്തി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന് LMIA വേണ്ട. ജോബ് ഓഫർ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സ് തന്നാൽ മതിയാവും. ഇപ്പൊ ഈ RNIP-യും AIPP-യും കഴിഞ്ഞിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് യൂക്കോൺ. യൂക്കോണിന്റെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്, യൂക്കോൺ ചെയ്യുന്നുണ്ടോ, യൂക്കോൺ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. ബാക്കി നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ബിനോയ് സാറിനോട് ചോദിക്കാം. യൂക്കോണില് ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ആദ്യം എലിജിബിലിറ്റി പോയിന്റ് 67 പോയിന്റ് മീറ്റ് ചെയ്ത് LMIA എടുത്തതിന് ശേഷമാണ് വീണ്ടും 2 ജോബ് ഓഫർ കിട്ടി നമ്മൾ കാനഡയ്ക്ക് പോകാനുള്ള ഒരു രീതിയിൽ വരുന്നത്. ഈ രീതികളിലാണ് പ്രത്യേക രീതിയിൽ നമുക്ക് പ്രോവിൻസുകൾ വഴി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ദയവ് ചെയ്ത് Q&A-യിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നമുക്കിതൊരു കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ബിനോയ് സാറിനോട് നമുക്ക് ചോദിക്കാം. അപ്പോ അതിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സാറ് ഒരു 2 പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ ഒരു കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് നമുക്ക് ശ്രമിക്കാം അല്ലേ? അതെ,
ഏത് ക്വസ്റ്റ്യൻ ആയാലും ഏത് സംശയങ്ങളായാലും എല്ലാവരും ചോദിക്കട്ടെ. അതെ നമുക്കുള്ള സർ. അറിവ് വെച്ചിട്ട് നമുക്ക് പറയാൻ ശ്രമിക്കാം. അതെ സർ, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാന കാര്യം, നമുക്ക് ഫോണിലായാലും ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറിലായാലും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, കാനഡയിലെ ഏറ്റവും പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈഗ്രേഷൻ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സർ. 2019 മൈഗ്രേഷൻ പ്രോഗ്രാം മോർ ദാൻ 3,50,000 അടുത്തെല്ലാം മൈഗ്രേഷൻ വിസകൾ അനുവദിച്ചതാണ്. 2020 കൊറോണ വന്നപ്പോൾ എല്ലാ ഇന്റർനാഷണൽ മാർക്കറ്റുകളും ഡൗൺ ആയപ്പോൾ, ജോബ് മാർക്കറ്റുകളും ഡൗൺ ആയപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു, ഓക്കെ കാനഡ മൈഗ്രേഷൻ പ്രോഗ്രാം നിർത്തിവെക്കാൻ പോവുകയാണ്, ഇനി പഴയ പോലെ ഓപ്പണിങ്സ് ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ മൈഗ്രേഷൻ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഓഫീസ് വരെ പൂട്ടിപ്പോയ ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കാനപ്രൂവിനെ സംബന്ധിച്ച് ബെറ്റർ ഇൻഫർമേഷൻ, കൃത്യമായുള്ള ഇൻഫർമേഷനും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ സംശയങ്ങളോ കാനഡ മൈഗ്രേഷൻ നിർത്തിവെക്കുമെന്നോ കാനഡ എഡ്യൂക്കേഷൻ കാലാകാലത്തിൽ നിർത്തിവെക്കുമെന്നോ എന്നൊരു തോന്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് കൃത്യമായി പഠിക്കുകയും കൃത്യമായുള്ള ഇൻഫർമേഷൻ ജനങ്ങൾക്ക് പാസ് ചെയ്യുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തില് എക്സ്പ്രസ് എൻട്രിയിലെ ഒരു PNP പ്രോഗ്രാം, അതല്ല വെച്ചെങ്കിൽ കാനഡ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് തുടങ്ങിയ കാറ്റഗറിയിൽ മാത്രമേ സെലക്ഷൻ നടത്തുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് എക്സ്പ്രസ് എൻട്രിയിലെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രീമിലും FSW സ്ട്രീമിലും അവര് മാസത്തിൽ ഓരോ സെലക്ഷൻ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, മുമ്പ് 2 സെലക്ഷൻ ഉണ്ടായിരുന്നു മാസത്തിൽ, ഇപ്പൊ അതിൽ ഒരു സെലക്ഷനായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ മാസം ഒരു 4,200 മുകളിലുള്ള ആൾക്കാരെ എക്സ്പ്രസ് എൻട്രി FSW കാറ്റഗറിയിലും അവര് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കൊറോണ സിറ്റുവേഷൻ കാര്യമായിട്ടൊന്നും കാനഡ മൈഗ്രേഷനെ ഇമ്പാക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാനഡ മൈഗ്രേഷൻ സിസ്റ്റം നമുക്ക് സൂചിപ്പിക്കുന്നത്. മുമ്പ് അവരൊരു 6,000 ആൾക്കാരെ മാസം ഡയറക്റ്റ് FSW സ്ട്രീമിലൂടെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അവരത് 4,000-4,200 ആളിലായിട്ടുണ്ട്. അപ്പൊ ഒരു ഓൾമോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1,500 ആളുടെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ നാച്ചുറലായിട്ട് കാനഡ മാർക്കറ്റുകളും ബിസിനസ്സുകളും എല്ലാം സ്ലോലി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാനഡയിലെ ആകെപ്പാടെ 1,20,000 താഴെ ആൾക്കാർക്ക് മാത്രമേ കൊറോണ വന്നുള്ളൂ. അതില് ഓൾമോസ്റ്റ് 1,10,000 ആൾക്കാരും റിക്കവറി ആയി. ഒണ്ടാറിയോ, ക്യൂബക്ക് തുടങ്ങിയ പ്രൊവിൻസുകളാണ് കൂടുതൽ വന്നത്. ബാക്കിയുള്ള പ്രൊവിൻസുകളെയോ അവിടുത്തെ ജനജീവിതത്തെയോ അവിടുത്തെ ബിസിനസ്സിനെയോ ഒന്നും കാര്യമായിട്ട് കൊറോണ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും VFSഉം എംബസികളൊക്കെ പ്രവർത്തിക്കാത്തത് കാരണം ഈ വിസ പ്രോസസ്സിലൊക്കെ കുറച്ച് ഡിലേ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് നമുക്ക് കാനഡയിലെ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് അവരുടെ എംബസികളോ അല്ലെങ്കിൽ വിസ പ്രോസസ്സിംഗ് സെന്ററുകൾ നിലനിൽക്കുന്ന സ്ഥലത്തെ റീജിയണൽ സർക്കംസ്റ്റാൻസസിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളവിടെ VFSO അല്ലെങ്കിൽ ന്യൂഡൽഹിയിലെ കാനഡ എംബസിയോ പ്രവർത്തനം കൊറോണ ഇഷ്യൂ കാരണം നിർത്തിയത് കാരണം നമുക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം വിസ അപ്രൂവ് ചെയ്യുന്നതിലും അങ്ങോട്ടുള്ള പ്രോസസ്സിലും കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെന്നുള്ളത്, പ്രാക്ടിക്കൽ ഡിലേ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ കാനഡയിൽ നിന്നുള്ള പ്രോസസ്സ് ഓരോ മാസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡന്റ് വിസയിലായി കഴിഞ്ഞാൽ അവര് പുതിയ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. വിസ കാറ്റഗറിയിൽ വിസ പ്രോസസ്സിന് 2ആയി തിരിക്കുകയും ഒരു പ്രൈമറി അപ്രൂവൽ, സെക്കൻഡറി അപ്രൂവൽ എന്നുള്ള സിസ്റ്റം കൊണ്ടുവരികയും കുട്ടികൾക്ക് ഓൺലൈൻ പഠിക്കാനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ എല്ലാ പ്രോസസ്സിലും, ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് ആയിക്കൊള്ളട്ടെ, PNP പ്രോസസ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പ്രത്യേക തരത്തിലുള്ള എംപ്ലോയർ സ്പോൺസർ സ്കീം ആയിക്കൊള്ളട്ടെ, എല്ലാതും കുറേശ്ശെ ഓപ്പൺ ആയി കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ, ഒരുപാട് സമയം പിടിക്കാതെ തന്നെ കാനഡയിലെ ഇമിഗ്രേഷൻ സിസ്റ്റവും എഡ്യൂക്കേഷൻ സിസ്റ്റവും പൂർണ്ണമായും നോർമലായുള്ള സിറ്റുവേഷനിലേക്ക് എത്തുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ളത് പോലെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ലോക്ക്ഡൌണോ പൂർണ്ണമായിട്ടും ബിസിനസ്സുകൾ അടച്ചിടുന്നതായുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അവിടെ നിലവിലില്ല. ഗവൺമെന്റ് സപ്പോർട്ട് ബിസിനസ്സിനും എന്റർപ്രണേഴ്സിനും ജനങ്ങൾക്കും ഉള്ളത് കൊണ്ട് അവരുടെ റിക്കവറിയും വളരെ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളോട് സ്പെസിഫിക്കലി ചോദിക്കുകയാണ്, റെനിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മൾ ഇന്ത്യയിൽ കാനപ്രൂ എന്ന് പറയുന്ന ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ഒരു ലീഗൽ കൺസൾട്ടൻസി ആയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു നിയമപ്രകാരം ജോബ് വിസ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണമെങ്കിൽ കാനപ്രൂ ഒരു റിക്രൂട്ട്മെന്റ് ലൈസൻസ് എടുക്കണം. കാനപ്രൂ റിക്രൂട്ട്മെന്റ് ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. വെച്ചാൽ ഇതിന്റെ ഡയറക്ടേഴ്സ് ലോയേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്കൊരു റിക്രൂട്ട്മെന്റ് ഏജന്റ് ആവാൻ അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോകാത്തത്. പക്ഷെ എന്നിരുന്നാലും കാനപ്രൂവിന്റെ ഹെഡ് ഓഫീസ് PNP പ്രോഗ്രാംസും എംപ്ലോയർ സ്പോൺസേഡ് സ്കീംസും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാനഡയിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ നിയമപ്രകാരം ഞങ്ങൾക്ക് ചെയ്യാൻ നിയമപരമായുള്ള തടസ്സങ്ങളുണ്ട്. ഇന്ത്യയിൽ ഞങ്ങൾ
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെച്ചെങ്കിൽ ഞങ്ങൾ ഹെഡ് ഓഫീസിന് ഇൻട്രൊഡ്യൂസ് തരാം എന്നല്ലാതെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അതിന്റെ പേരിൽ പൈസ മേടിക്കാനോ റെസിറ്റ് തരാനോ അഗ്രിമെന്റ് തരാനോ ഇന്ത്യൻ നിയമപ്രകാരം ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ ഹെഡ് ഓഫീസ് അത്തരം കാര്യങ്ങൾ ചില എംപ്ലോയർ സ്പോൺസർ സ്കീംസ് വർക്ക് പെർമിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്ക് അവർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും കക്ഷികൾ താല്പര്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഹെഡ് ഓഫീസായിട്ട് ഡയറക്റ്റ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോ ഇന്ത്യക്ക് പുറത്തുനിന്ന് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. താങ്ക് യു സർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ആളുകൾക്ക് കാനഡയിലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. അനു ജെയ്മോൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കരിയർ ഓപ്പർച്യൂണിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ആളുകൾക്ക്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നല്ല സ്കോപ്പ് ഉണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും മോട്ടലുകളും എല്ലാം ഒരുപാടുള്ള രാജ്യം തന്നെയാണ്. കൊറോണ ഇമ്പാക്ടിന്റെ ഫലമായിട്ട് ടൂറിസം ഇൻഡസ്ട്രിയിൽ കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഹോട്ടലിംഗ് ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു താൽക്കാലികമാവുന്ന മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയാലും നമ്മളൊരു ഇമിഗ്രന്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് ഗ്രാജുവേറ്റും ചെയ്യാൻ പറ്റുന്ന ഏത് ജോബും അവിടെ ചെയ്യാം. അല്ലാതെ നമുക്കൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പഠിച്ച ഒരാളാണെന്ന് വെച്ചെങ്കിൽ അതിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, റെസ്റ്റോറന്റിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഹോട്ടലിൽ ജോലി ചെയ്യാൻ പറ്റൂ, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് ഗ്രാജുവേറ്റ്സിനും അവർക്ക് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ലെങ്കിൽ ജോലി അതാത് മേഖലയിൽ അവർക്ക് ജോലി ചെയ്യാവുന്നതല്ല. അപ്പൊ അതിലങ്ങനെ വരുമ്പോൾ ചില ജോബുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില അത്തരം ജോബുകളെ നമ്മൾ പറയും റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ എന്ന് പറയും. അപ്പൊ ഓക്യുപ്പേഷൻസിന് അത് ഇന്ത്യയിലായാലും വേണ്ടില്ല കാനഡയിലായാലും വേണ്ടില്ല, റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ നോൺ റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ രജിസ്ട്രേഷൻ വേണം. അത്തരം ജോബുകളെയാണ് നമ്മൾ റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻസ് എന്ന് പറയുക. അപ്പോൾ വേറെ ഏത് മേഖലയിൽ പഠിച്ചവർക്കും നോൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ്, അതിപ്പോൾ ഹോട്ടലോ റെസ്റ്റോറന്റോ സൂപ്പർ മാർക്കറ്റുകളോ ഏത് ഇൻഡസ്ട്രികളിലായാലും ജോലി ചെയ്യുവാൻ അവർക്ക് തടസ്സമില്ല. അപ്പോൾ ഇപ്പോ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി അത് കുറച്ച് സ്ലോ ആണ്, ലോകം മുഴുവൻ സ്ലോ ആണ്. അതിപ്പോൾ കാനഡയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ലോ ആണ്. പക്ഷെ അതൊന്നും ശാശ്വതമായി നിൽക്കുമെന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. ഈ കൊറോണയുടെ ഇമ്പാക്റ്റ് ഒക്കെ കുറയുമ്പോൾ ഡയറക്റ്റ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭാവിക്ക് വർദ്ധിച്ചു വരും. ഇപ്പൊ എല്ലായിടത്തും അത് ഇന്ത്യയിലായിക്കൊള്ളട്ടെ മിഡിൽ ഈസ്റ്റിലായിക്കൊള്ളട്ടെ കാനഡയിലായാലും ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഡയറക്റ്റ് ജോബ് പോസിബിലിറ്റീസ് കുറച്ച് കുറവാണ്. പക്ഷെ അത് മാറി വരും. പക്ഷെ മറ്റുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ജോബ്സ് ഉണ്ട്. പിന്നെ ഫുഡ് ഡെലിവറി അങ്ങനത്തെ മേഖലകളിലൊക്കെ പുതിയ പുതിയ മേഖലകൾ ഇതിന്റെ ഫലമായിട്ട് തുറന്നു വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് പക്ഷെ ഡിസംബർ കഴിയുമ്പോൾ നമുക്ക് മാറുന്ന പ്രതീക്ഷിക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് കഴിഞ്ഞാലും ഇവിടുന്ന് അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പോഴേക്ക് ഇതിന്റെ ഇമ്പാക്റ്റുകൾ മാറും. ഗ്രോ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താങ്ക് യു സർ. അടുത്തത് അഭിരാമിയാണ്. അഭിരാമി ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ഗെറ്റ് എ ജോബ് ആഫ്റ്റർ ഗെറ്റിംഗ് PR? PR നമ്മൾ പെർമനന്റ് റെസിഡൻഷിപ്പിലാണ് നമ്മൾ യൂഷ്വലായിട്ട് കാനഡയിൽ നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനോ അങ്ങനൊന്നും നമുക്ക് ഇല്ല. യൂഷ്വലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ, ബിസിനസ്സുകൾ ഓപ്പൺ ആകുമ്പോൾ യൂഷ്വലായിട്ട് 15 ദിവസം മുതൽ 60 ദിവസത്തിനുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ജോബ് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന മേഖല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ജോബ് തന്നെ കിട്ടണം, എനിക്ക് ഇന്ന കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, അതല്ല വെച്ചെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ചെയ്ത ജോലി അത് കിട്ടിയാലേ ജോലിക്ക് പോകുള്ളൂ. അങ്ങനത്തെ നമ്മളൊരു പെർട്ടിക്കുലർ മൈൻഡ് സെറ്റിലാണ് നമ്മൾ തുടക്കത്തിൽ കാനഡയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ഡിലേ വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫർദർ രജിസ്ട്രേഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഫർദർ സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടി വരും. മറിച്ച് യൂഷ്വലായിട്ട് ഭൂരിഭാഗം കക്ഷികളും പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടുന്നവര് ആദ്യം അവിടെ ചെല്ലുക, ഒരു സർവൈവൽ ജോബ് കണ്ടെത്തുക, ആ ജോബ് കണ്ടെത്തുക, ജീവിതം തുടങ്ങുക, എന്നിട്ട് സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മൂവ് ചെയ്യുക. അതാണ് യൂഷ്വൽ പ്രൊസീജിയർ. പക്ഷെ ചില ആൾക്കാർക്ക് അത് തെറ്റാണെന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാസം 5 ലക്ഷം ശമ്പളം ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു എൻട്രി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് വരും. അപ്പോൾ മൈഗ്രേഷൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഹയർ പൊസിഷനിലും വളരെ ഉയർന്ന ജീവിത നിലവാരങ്ങളും ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനെ യൂഷ്വലായിട്ടുള്ള ഒരു ജോബ്സും ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അത് ഇൻകൺവീനിയൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. സാധാരണ പരാതി പറയുന്നതായിട്ട് കണ്ടുള്ളത്, ഇപ്പൊ നമുക്ക് നല്ല ഹോസ്പിറ്റലിലൊക്കെ നല്ല ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടായിരിക്കും 2 lakhs 3 lakhs ഇന്ത്യയിൽ സാലറി ഉണ്ടാവും എഞ്ചിനീയർ ആയിട്ടൊക്കെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു എൻട്രി ലെവൽ ജോബ് ചെയ്യാനുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ. അപ്പോ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കി നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ വരാനോ സാധിക്കില്ല.
അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും അതിനനുസരിച്ച് നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും നമ്മൾ ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കാനുള്ള സൈക്കോളജി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടും. ഓക്കെ സർ. അടുത്തത് നിഷയാണ് ചോദിച്ചിരിക്കുന്നത്. IELTS സ്കോറിന്റെ റിക്വയർമെന്റും അത് വെച്ചിട്ട് നമുക്ക് പ്രൊവിൻഷ്യൽ നോമിനി കിട്ടാനുള്ള സാധ്യതകളും ഒന്ന് വിശദമാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. IELTS സ്കോർ വെച്ച് ഓരോ പ്രൊവിൻസുകൾക്കും, അത് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിന് സെപ്പറേറ്റ് പോയിന്റ് സിസ്റ്റം ഉണ്ട്, സസ്കാച്ചുവൻ പ്രൊവിൻസിന് ഇതുണ്ട്. അപ്പൊ യൂഷ്വലായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതായുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ എക്സ്പ്രസ് സെന്ററിൽ തന്നെ എല്ലാ പ്രൊവിൻസുകൾക്കും നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ആ പ്രൊവിൻസിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ ആ പ്രൊവിൻസിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നവർക്ക് യൂഷ്വലായിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ FSWന്റെ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ കിട്ടുന്നതായുള്ള എലിജിബിലിറ്റി തന്നെ ആവണമെന്നില്ല ഓരോ പ്രൊവിൻസുകളും ചെയ്യുന്നത്. ഓരോ പ്രൊവിൻസിനും അവരുടേതായ ഒരു സെപ്പറേറ്റ് അസസ്മെന്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുമ്പോൾ ആ റിക്വയർമെന്റും കൂടി നോക്കിയിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പ്രസ് എൻട്രിയിലൂടെ വരുന്ന ഡയറക്റ്റ് ആയിട്ട് പ്രൊവിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് ഓഫീസ് എംപ്ലോയർ സ്പോൺസർഡ് സ്കീമുകൾ മുഖാന്തരവും ക്ലയൻസിനെ, വേൾഡ് മുതലുള്ള ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഹെഡ് ഓഫീസായിട്ട് ഇന്ത്യക്ക് പുറത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഹെഡ് ഓഫീസായിട്ട് ICRC മെമ്പറായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്രസ് സെന്ററിലെ പ്രൊവിൻസിന്റെ ഡയറക്റ്റ് നോമിനേഷൻ പ്രോസസ്സ്. അപ്പൊ അത് 67 പോയിന്റ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും പൂളിൽ എൻട്രി ചെയ്യാം. അതാത് പ്രൊവിൻസിന്റെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഓരോ വർഷവും ഞങ്ങൾക്ക് 100 മുതൽ 250 പ്രൊവിൻഷ്യൽ നോമിനേഷൻസ് കിട്ടാറുണ്ട്. ഈ വർഷം കുറച്ച് കുറവാണ്, അത് കൊറോണ വന്നതിന്റെ ഇമ്പാക്ട് ആണ്. പക്ഷെ അത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരും. താങ്ക് യു സർ. മാർട്ടിൻ സെബാസ്റ്റ്യൻ ചോദ്യം എന്ന് പറയുന്നത്, ഈ LMIA കാറ്റഗറിയിൽ വരുന്ന ജോബ് ഓഫേഴ്സ് അതൊരു ലിസ്റ്റ് ഉണ്ടോ, നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. LMI എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് ഹെഡ് ഓഫീസിന് അവർ ചെയ്യുന്നത് അവിടുത്തെ റിക്രൂട്ട്മെന്റ് കമ്പനികൾ ഉണ്ടായിരിക്കും. ആ റിക്രൂട്ട്മെന്റ് കമ്പനിയും ഹെഡ് ഓഫീസും തമ്മിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വന്ന താല്പര്യമുള്ള കക്ഷികളെ നമ്മൾ റെസ്യൂം അയച്ചു കൊടുക്കും, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് അവിടെ സൂട്ടബിൾ ആയുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ കമ്പനി സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അവിടെ പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ യൂഷ്വലായിട്ട് IT പ്രൊഫഷണൽസിന് വളരെ ഈസി ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അക്കൗണ്ടൻസിന് പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നോവാസ്കോഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് കെയർ ഗിവേഴ്സ് ആയിട്ട് നഴ്സുമാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി, പിന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ഇന്ത്യയിൽ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പഞ്ചാബികളും ഒക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ IELTS 5 ഒക്കെ മതി. അതിന്റെ ഒക്കെ പ്രൊസീജിയറുകൾ ഡിഫറെന്റ് ആണ്. നമ്മള് ഈ യൂഷ്വൽ ആയിട്ടുള്ള മൈഗ്രേഷൻ പ്രൊസീജിയർ ആയിട്ട് അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് അവിടുന്ന് അവിടുത്തെ റിക്രൂട്ട്മെന്റ് കമ്പനികൾ നോക്കിയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വെറോണിക്ക MOE ഒക്കെ പറയാറുള്ളൂ. നിങ്ങൾക്ക് എലിജിബിൾ ആയുള്ള ക്ലയൻസിനും ഇൻട്രസ്റ്റ് ആയുള്ള ക്ലയൻസിനും വെറോണിക്ക MOE ആയിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിൽ കമ്പനിക്ക് തടസ്സമില്ല. താങ്ക് യു സർ. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ജിൻസ് പോൾ ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റിൽ ആപ്ലിക്കൻസ് നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകണോ അതോ കാനപ്രൂവിന്റെ ഭാഗത്തു നിന്ന് അതിന് എന്തെങ്കിലും സഹായം ഉണ്ടാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ ഓപ്പൺ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ഇപ്പൊ യാത്രയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട്. പക്ഷെ എന്താണ് ബുദ്ധിമുട്ട് വെച്ചാൽ ഭൂരിഭാഗം ഇതുപോലത്തെ ചെയ്യുന്ന തേർഡ് പാർട്ടി ഏജൻസ് ഒന്നും ഇപ്പൊ ലൈവ് അല്ല. അപ്പൊ അവർ ലൈവ് ആയി കഴിഞ്ഞാൽ അവർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനും അവരുടെ സർവീസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ സ്റ്റേറ്റുകളിലും അതിനെ പറ്റിയ റിലയബിൾ ആയുള്ള കമ്പനികളായിട്ടും അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ ആ സർവീസുകൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു രജിസ്റ്റേർഡ് ക്ലയന്റ് തന്നെയാണ്, ഗോപകുമാർ ആണ്. അദ്ദേഹത്തിന് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ കാനപ്രൂവിൽ രജിസ്റ്റർ ചെയ്തു, CRS ഉണ്ട്, അദ്ദേഹം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് സർ. യൂഷ്വലായിട്ട് നമുക്ക് FSW കാറ്റഗറിയിൽ നമുക്കൊരു സെലക്ഷൻ കിട്ടണം. അതല്ലെങ്കിൽ നമുക്കൊരു PNP മുഖാന്തരം നമുക്കൊരു സെലക്ഷൻ കിട്ടണം. IT പ്രൊഫഷണൽസിന് ഉള്ള പോസിബിലിറ്റി കാണ്ടയില് കൂടി വരികയാണ്. കാണ്ടയിൽ മാത്രമല്ല, കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ കോവിഡിന്റെ ഇമ്പാക്ട് ഉണ്ടായപ്പോൾ മൊത്തത്തിൽ IT പ്രൊഫഷണൽസിനെ
ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പൊ പണ്ട് നമ്മൾ എല്ലാ ജില്ലയിലും വന്നിട്ട് ഫിസിക്കലായി വന്ന ഒരു ഹോൾ എടുത്തൊക്കെയാണ് നമ്മൾ സെമിനാറുകൾ നടത്തിയത്. ഇപ്പൊ നമ്മളെ കമ്പനിയിലെ IT പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് എടുത്തിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ IT ഇൻഡസ്ട്രിയിലേക്കുള്ള സ്കോപ്പ് അമേരിക്കയും മറ്റുള്ള ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഒരുപാട് കമ്പനികൾ ഇപ്പൊ കാനഡയിൽ IT കമ്പനികൾ തുടങ്ങുന്നു. അപ്പോൾ IT പ്രൊഫഷണൽസിന് മൊത്തത്തിൽ ജോബ് കിട്ടാനും ഉയർന്നു വരാനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സിന് കാനഡയിലെ സാധ്യത എന്താണെന്ന് അതിലം സമദ് ചോദിക്കുന്നുണ്ട് സർ. എല്ലായിടത്തും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ഗ്രോത്ത് കൂടുതലാണ്. ഇപ്പൊ കാനഡ ആയാൽ തന്നെയും ഗ്രോ ചെയ്തുകൊണ്ടുവരിക്കേണ്ട രാജ്യമാണ്. പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രൻസ് വരുന്നു, 4-5 ലക്ഷത്തിന് മീതെ കുട്ടികൾ വരുന്നു. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു വീട് പണിയുക, വാടകയ്ക്ക് കൊടുക്കുക, ഫ്ലാറ്റുകൾ പണിയുക, അപ്പാർട്ട്മെന്റുകൾ പണിയുക, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയോട് സിവിൽ ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ ഓരോ വർഷവും ഗ്രോ ചെയ്യുന്ന ഓരോ രാജ്യത്തും വളർന്നു വരികയാണ് ചെയ്യുക. അപ്പോൾ സിവിൽ എഞ്ചിനീയർക്കായാലും ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി, ജോബ് കിട്ടാനൊക്കെ പോസിബിലിറ്റി കൂടുതൽ തന്നെയാണ്. പക്ഷെ നമുക്ക് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന നമ്മളവിടെ ചെല്ലുമ്പോൾ എഞ്ചിനീയേഴ്സ് കാനഡയിൽ നമ്മൾ ഒരു എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യാനും എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമുക്ക് അതല്ലാത്തതായുള്ള ജോബുകൾ ചെയ്യാൻ എക്സാക്ട് സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ജോബ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കണം. എന്ന് വെച്ചാൽ അത് ഒരു റെഗുലേറ്ററി ഓക്യുപ്പേഷൻ ഇൻസ്പെക്ടറാണ്. പക്ഷെ ഏത് ഗ്രാജുവേറ്റ്സിനും ചെയ്യുന്ന ജോബുകൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറുടെ കൂടെയോ ആർക്കിടെക്ടിന്റെ കൂടെയോ ഒക്കെ ജോലി ചെയ്യാനൊന്നും നിയമ തടസ്സങ്ങളില്ല. പക്ഷെ നമ്മളൊരു എഞ്ചിനീയർ എന്ന് അവർ വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈനേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് കാനഡയിലെ ആ പ്രൊഫഷണൽ ബോഡിയിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. അതിന്റെ ഫോർമാലിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഒരാള് പറഞ്ഞിരിക്കുന്നത് ഈ EC അഥവാ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ എക്സ്പ്രസ് എൻട്രി തുടങ്ങിയ കാലഘട്ടം മുതലാണ് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നതായുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഈ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് അസസ് ചെയ്യുന്നത് വിസ പ്രോസസ്സിന്റെ ടൈമിലായിരുന്നു. ആ സമയത്ത് വിസ പ്രോസസ്സിൽ ഡിലേ വരുവാനും ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തുവാനും പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് വിസ റിജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് പല അതോറിറ്റികളുണ്ട്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ പോപ്പുലർ ഉള്ള അതോറിറ്റി എന്ന് പറയുന്നത് വെസ് മാത്രമാണ്. പക്ഷെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്തുവാൻ അധികാരപ്പെട്ട അതോറിറ്റികളിൽ ഒന്ന് മാത്രമാണ് വെസ്. അപ്പോൾ വെസ്, അതുപോലെ തന്നെ ഒരു 4-5 ഇതുപോലത്തെ കുറെ അതോറിറ്റികളുണ്ട്. ഫാർമസിക്ക് ഫാർമസി കൗൺസിൽ, അങ്ങനെ ഓരോ പ്രൊഫഷനും അനുസരിച്ച് നമ്മൾ അസസ്മെന്റ് കൊടുക്കേണ്ടത് പല പല ബോഡികളാണ്. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരുടെ പ്രൊഫഷനും എക്സ്പീരിയൻസും ഒക്കെ നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ചില പ്രൊഫഷണൽ ബോഡീസിലാണ് നമ്മൾ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പോയിന്റ്സ് CRS കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോഡീസ് ഉണ്ട് അതിന്. അത് ഒരു അതോറിറ്റി മാത്രമല്ല, 4-5 മൾട്ടിപ്പിൾ ബോഡീസ് ഉള്ളതായുള്ള സിസ്റ്റമാണ് ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എഡ്യൂക്കേഷനും അവരുടെ എക്സ്പീരിയൻസും എല്ലാം നോക്കി നമ്മൾ അത് പ്രോപ്പർ ഏത് സ്ഥലത്താണ് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്തുന്നതെന്ന് കാനപ്രൂവ് സജസ്റ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇപ്പോൾ ഫാർമസിസ്റ്റിനാണെങ്കിൽ നമുക്ക് വെസ് മുഖാന്തരം അസസ്മെന്റ് നടത്താം, ഫാർമസി കൗൺസിൽ മുഖാന്തരം അസസ്മെന്റ് നടത്താം. ഫാർമസി കൗൺസിൽ നടത്തുമ്പോൾ നമുക്ക് കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ പോയിന്റ്സ് കൂടുതൽ കിട്ടും. വെസ് മുഖാന്തരമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിന്റ്സ് കുറവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ്സ് കിട്ടും, 21 പോയിന്റ്സ്. മാസ്റ്റർ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 23 പോയിന്റ്സ്. അങ്ങനെ ഓരോ നമ്മൾ എഡ്യൂക്കേഷൻ അനുസരിച്ച് നമ്മൾ എത്ര പോയിന്റ്സ് എഡ്യൂക്കേഷന് ഗ്രാന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഇത്ര പോയിന്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ആ പോയിന്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ഫൈനലായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ക്രെഡൻഷ്യൽ ഇവാലുവേഷന്റെ ബേസിസിലാണ്. ചില ആൾക്കാർ പറയും എനിക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടല്ലോ, ഇതുകൊണ്ട് എനിക്ക് 23 പോയിന്റ് എടുത്തോളാം. പക്ഷെ നമുക്ക് അസസ്മെന്റ് കഴിയുമ്പോഴാണ് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ നമ്മുടെ മാസ്റ്റേഴ്സ് അവർ 23 പോയിന്റ്സിന് അല്ലെങ്കിൽ ഹയർ പോയിന്റ്സിന് എലിജിബിൾ ആവുന്ന രൂപത്തിൽ അസസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ പബ്ലിക്കായിട്ടും അല്ലെങ്കിൽ ക്ലയൻസ് ആയിട്ടും എന്താ പറയാ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന പോയിന്റ് ആണ് അത്. പക്ഷെ ആ പോയിന്റ് ഒരിക്കലും നമ്മുടെ കൺട്രോളിലുള്ള പോയിന്റ് അല്ല. നമുക്ക് എക്സ്പീരിയൻസിലോട് പറയാൻ സാധിക്കും, ഓക്കെ ഇന്ന രൂപത്തിൽ പോയാൽ ഇന്ന ഡിഗ്രിക്ക് ഹയർ പോയിന്റ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് അസസ്മെന്റിന് പോയി വന്നാലേ നമുക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാച്ചിലേഴ്സ് 3 വർഷവും
കാനഡയിലെ 90% ബാച്ചിലേഴ്സും 4 വർഷവുമാണ്. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി വരുമ്പോൾ അവരെപ്പോഴും നോക്കും 4 വർഷത്തെ ഗ്രാജുവേഷനും 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രിക്ക് ഈക്വലന്റ് ആകുമ്പോൾ മാസ്റ്റർ ഡിഗ്രിക്ക് പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് കാരണം ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ചില സമയത്ത് അവർ ഡബിൾ ഗ്രാജുവേഷൻ ആയിട്ട് മാത്രമേ അസസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഡബിൾ ഗ്രാജുവേഷൻ അസസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസം വരാൻ പോസിബിലിറ്റി ഉണ്ട്, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്രയാണ് ക്രെഡൻഷ്യൽ ഇവാലുവേഷനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാൻ. കാനഡയിൽ നമ്മൾ ഇവിടുന്ന് ഒരു നാഷണൽ ഓക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ തെരഞ്ഞെടുത്താണല്ലോ പോകുന്നത്. അപ്പൊ അതിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ജോലി മാറാൻ പറ്റുമോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലോ ജോബ് കോൺട്രാക്റ്റിലോ അല്ല കാനഡയിൽ പോകുന്നത്. ഇപ്പൊ ജോബ് വിസ എന്ന് പറയുന്ന കൺസെപ്റ്റും ഇമിഗ്രേഷൻ വിസ എന്ന് പറയുന്ന കൺസെപ്റ്റും രണ്ടാണ്. ജോബ് വിസ എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ എംപ്ലോയറെ കണ്ടെത്തുന്നു, എംപ്ലോയർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, നമുക്കൊരു ജോബ് കോൺട്രാക്ട് തരുന്നു, അതിന്റെ ബേസിസിൽ ജോബ് വിസ തരുന്നു. അപ്പോൾ നമ്മൾ ആ ജോബ് കോൺട്രാക്ടിന്റെ കണ്ടീഷൻസ് മുഴുവൻ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ എംപ്ലോയറുടെ കീഴിലാണ് പോകുന്നത്, നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് എംപ്ലോയർ ആണ്. പക്ഷെ ഇമിഗ്രേഷൻ വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പോൺസർ എംപ്ലോയർ ആവണം നിർബന്ധമില്ല. ഒരു PR എന്ന് പറയുന്നത് നമുക്ക് കാനഡ ഗവൺമെന്റ് തരുന്നതായുള്ള വിസയാണ്. അവിടെ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും നമ്മളെ സ്കില്ലുകളും കാനഡ ലേബർ മാർക്കറ്റിനെ കാനഡയിലെ ഗ്രോത്തിനെ സൂട്ടബിൾ ആണോ എന്നുള്ളതാണ് ഗവൺമെന്റ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാനഡ ഗവൺമെന്റ് ആണ്, നമുക്ക് വിസ തരുന്നത് കാനഡ ഗവൺമെന്റ് ആണ്. അപ്പൊ കാനഡ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ വലിയ എംപ്ലോയറുടെ കീഴിൽ നമുക്ക് എവിടെയും മനുഷ്യർക്ക് ജോലി ചെയ്യാം, ഏത് ജോലിയും ചെയ്യാം. താങ്ക് യു സർ. അടുത്തത് ബിൻസി മൈക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ബിൻസി ചോദിക്കുന്നത് IT സെക്ടർ ജോലികളുടെ ഒരു സാധ്യത എന്തുമാത്രമുണ്ട്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് മൊത്തം എത്ര? IT സെക്ടറിന് വളരെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്. ട്രംപ് വളരെ മനോഹരമായിട്ട് അമേരിക്കയിലെ IT കമ്പനികളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാനഡയ്ക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ IT ഇൻഡസ്ട്രിയിൽ കാനഡ ഭാവിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കർശനമായ നിയമങ്ങളും വിസ ചേഞ്ചുകളും ഒക്കെ അമേരിക്കയിൽ വരുമ്പോൾ ഒരുപാട് എംപ്ലോയേഴ്സ് കാനഡയിൽ IT കമ്പനികൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ഗ്രോത്ത്, അതിന്റെ ഒരു ഗുണവും IT ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് കാനഡയിൽ ലഭിക്കും. താങ്ക് യു സർ. അടുത്തൊരു GNM നഴ്സിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നീന ചോദിക്കുന്നത് CRS സ്കോർ ഒക്കെ ചെക്ക് ചെയ്തു, എലിജിബിൾ ആണ്. പക്ഷെ സംശയം എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് കാനഡയിൽ ഒരു GNM നഴ്സിന് ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നീനയുടെ സംശയം സർ. അവിടെ രജിസ്റ്റേർഡ് കാനഡയിലെ നഴ്സിംഗ് കാറ്റഗറിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നതിനൊക്കെ മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അവിടെ പല കാറ്റഗറിയിലുള്ള പോലെ നഴ്സസ് ഉണ്ട്. അപ്പോൾ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് കെയർ ഗിവർ കാറ്റഗറി, രണ്ട് കൊല്ലത്തെ പ്രോഗ്രാം പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ നഴ്സസ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് രജിസ്റ്റേർഡ് നഴ്സസ്. രജിസ്റ്റേർഡ് നഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എലിജിബിൾ ആവുന്നവരെല്ലാം BSc നഴ്സിംഗ് ഉള്ളവരാണ്. പിന്നെ പ്രാക്ടിക്കൽ നഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കെയർ ഗിവർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുമ്പോഴാണ് GNM നഴ്സുമാർക്ക് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് ആവണമെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, അതിൽ സംശയമൊന്നും വേണം. അപ്പോൾ ഒരു കൊല്ലത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ GNM കഴിഞ്ഞവർക്കായാലും അവിടെ 2 കൊല്ലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസും അതിനറിയപ്പെടുന്നത് പ്രാക്ടിക്കൽ നഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 2 കാറ്റഗറിയിലേക്കും നിങ്ങൾ എലിജിബിൾ ആവും. രജിസ്റ്റേർഡ് നഴ്സസ് ആവണമെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു കൊല്ലം കൂടി ഫർദർ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കേണ്ടി വരും. ജനറൽ നഴ്സിംഗ് കാറ്റഗറി വെച്ചിട്ട് ഡയറക്റ്റ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് കാനഡയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. താങ്ക് യു സർ. അടുത്തത് ആൽബർട്ട PNP പറ്റി കുറച്ച് അപ്ഡേഷൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആൽബർട്ട PNP ആൽബർട്ടയിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എക്സ്പ്രസ് എൻട്രിയിലെ അപേക്ഷിക്കുക, പൂളിൽ അപേക്ഷിക്കുക, കാനപ്പൂരിൽ അപേക്ഷിക്കുന്ന എല്ലാവരും എല്ലാ പ്രോവിൻസിലും നമ്മൾ PNPക്ക് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് ആൽബർട്ട പ്രൊവിൻസ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, PR-ന് അപേക്ഷിക്കാൻ സാധിക്കും. ആൽബർട്ടയിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് ഒരുപാട് ആൽബർട്ട സ്റ്റേറ്റ് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. അത് ആൽബർട്ടയുടെ ജോബ് സിറ്റുവേഷനും മാർക്കറ്റിനനുസരിച്ച് അവർ ഒരുപാട് ആൾക്കാർ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ യൂഷ്വലായിട്ട് ആൽബർട്ട, അതുപോലെ തന്നെ സസ്കാച്ചുവാൻ, നോവാ സ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, ഒണ്ടാറിയോ, ഈ പ്രൊവിൻസുകളൊക്കെ വളരെ ലിബറൽ ആയിട്ട് ഒരുപാട് പ്രൊവിൻഷ്യൽ നോമിനേഷൻ എല്ലാ വർഷവും ഇഷ്യൂ ചെയ്യാറുണ്ട്. താങ്ക് യു സർ. വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് സസ്കാച്ചുവാൻ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാമിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ എന്നാണ്. സസ്കാച്ചുവാൻ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 തരത്തിലുള്ള ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പ്രസ് എൻട്രിയിലൂടെ പോകുന്നതായുള്ള നോമിനേഷൻ പ്രോഗ്രാം, അത് ഈ യൂഷ്വലായിട്ട് പറഞ്ഞതായുള്ള റൂട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സസ്കാച്ചുവാൻ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളെ ഇതിലെ എക്സ്പ്രസ് എൻട്രിയിൽ അപേക്ഷിച്ചിടും.
സസ്കാച്ചുവാൻ ഗവൺമെന്റ് നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എലിജിബിലിറ്റിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മുഖാന്തരം നമുക്ക് PR കിട്ടും. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എലിജിബിൾ എംപ്ലോയറോ അതല്ലെങ്കിൽ സസ്കാച്ചുവാനുള്ള നമുക്കൊരു സ്പോൺസർഷിപ്പോ അവിടെ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്കൊരു സപ്പോർട്ട് സസ്കാച്ചുവാനിൽ ഉണ്ടെങ്കിൽ സസ്കാച്ചുവാനിന്റെ ഡയറക്റ്റ് PNP സ്ട്രീമിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് ഭൂരിഭാഗം സമയം അത് എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഒരു ജോബ് ഓഫറിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അതില് പോയിന്റ്സ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അവിടെ 1 കൊല്ലം 2 കൊല്ലം പഠിച്ചിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ അവിടെ 1 കൊല്ലം ജോലി ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ചില സമയത്ത് ഹൈ ഡിമാൻഡ് വരുന്ന ചില കാറ്റഗറി വരുമ്പോൾ ചിലപ്പോൾ അവര് ഇതൊന്നും ഇല്ലാതെ എടുക്കാറുണ്ട്. അതൊന്നും നമുക്ക് അപേക്ഷിച്ചിടാൻ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എപ്പോഴാണ് സെലക്ഷൻ വരികയാണുള്ളത്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തിൽ ചില സമയത്ത് അവര് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് സെലക്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യൂഷ്വലായിട്ട് സസ്കാച്ചുവാൻ ഗവൺമെന്റ് ഒരു സ്ട്രീം വരുമ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ അവിടെ 1 കൊല്ലം ജോലി ചെയ്തത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സസ്കാച്ചുവാൻ PNP സ്ട്രീമിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സ്റ്റുഡന്റ് വിസയെ പറ്റി കുറച്ച് ചോദ്യങ്ങളുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഉടനെ തന്നെ രാഗിമ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തരുന്നതായിരിക്കും. നമ്മളിപ്പം ഇമിഗ്രേഷന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അല്ലെ ഇനി എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ ആയിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. എഡ്യൂക്കേഷന്റെ ആൾക്കാരും അവർക്ക് ബോറടിക്കും. അതെ, അവരും പരിഗണിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഓവർ ടു യു രാഗിമ. നമസ്കാരം. ഞാൻ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻ ദ ബിഗിനിങ്, ബട്ട് ബിറ്റ്വീൻ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് രാഗിമ, എഡ്യൂക്കേഷൻ മാനേജർ അറ്റ് കാനഡ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കാനഡ എഡ്യൂക്കേഷന്റെ റീസെന്റ് അപ്ഡേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോ അതിനു മുന്നേ നമുക്ക് കാനഡ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ നമ്മുടെ കാനപ്രൂവിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മൾട്ടി ഡെസ്റ്റിനേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മൾ എൻഡ് ടു എൻഡ് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ടിൽ ഡിപ്പാർച്ചർ നമ്മളത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ആർ കാറ്ററിംഗ് സർവീസ് ടു UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US, ജർമ്മനി എക്സെട്ര. അതുപോലെ തന്നെ MBBSനായിട്ട് നമ്മൾ ജോർജിയ, യുക്രൈൻ, ഫിലിപ്പീൻസ്, റഷ്യ, കിർഗിസ്ഥാൻ ഇത്രയും കൺട്രിയിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് മൾട്ടി ഡെസ്റ്റിനേഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് കാനഡയാണ്. കാനഡയിലെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് എടുത്തത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മെയിൻ ടോപ്പിക് അതായത് ഇമിഗ്രേഷനുമായിട്ട് കോറിലേറ്റഡ് ആണ് കാനഡ എഡ്യൂക്കേഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ PR ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി നോക്കുമ്പോൾ നിങ്ങളുടെ CRS പോയിന്റ് അല്ലെ, നിങ്ങളിപ്പോൾ ആ CRS പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ളൊരു ബാക്കപ്പ് ഓപ്ഷനാണ് സ്റ്റഡി. അപ്പൊ നിങ്ങൾ അവിടെ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ആ അഡീഷണൽ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഒരു കോറിലേറ്റഡ് ടോപ്പിക്കാണ് കാനഡ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തത്. അബൌട്ട് കാനഡ ഓൾറെഡി മിസ് സപ്ന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇറ്റ്സ് എ നോർത്ത് അമേരിക്കൻ കൺട്രി, സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആണ് വിത്ത് ലെസ് പോപ്പുലേഷൻ. അപ്പോൾ അവർക്ക് ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അല്ലെ. നമ്മളൊരു കൺട്രി നമ്മൾ സ്റ്റഡീസിന് എടുക്കുമ്പോൾ സ്റ്റഡി മാത്രമായിരിക്കില്ല നമ്മുടെ ഇന്റൻഷൻ അല്ലെ. നമുക്ക് സ്റ്റഡി ചെയ്യണം, വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ആ കൺട്രിയിൽ സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കാനഡ പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഓൾ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുവാണ് അല്ലെ. അപ്പം മറ്റ് കൺട്രീസിൽ നിന്നും കാനഡ വ്യത്യാസമായിട്ടിരിക്കുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കാനഡയിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കാനഡ. പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നിങ്ങളിപ്പോ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടാണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് ടൈം ഓപ്ഷൻസ് നമുക്ക് അവിടെ പഠിക്കുമ്പോൾ തന്നെ വീക്കിലി 20 hours നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വെക്കേഷൻ ടൈം ആണെങ്കിൽ നിങ്ങൾക്കത് അപ് ടു 40 hours നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഓപ്ഷൻ. അതായത് കാനഡയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു 3 years നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫ്രഷർ ആണ് കാനഡയിൽ പോകുന്നത് പഠിക്കാനായിട്ട്, നിങ്ങൾ ഒരു ഫ്രഷർ സ്റ്റുഡന്റ് ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ PR അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഡ്യൂറിങ് ഈ സ്റ്റേ ബാക്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. അപ്പൊ ആ വർക്ക് എക്സ്പീരിയൻസിന്റെ ബേസിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം.
അതേപോലെ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആണ് കാനഡയിൽ പോകുന്നതെങ്കിൽ, സേ ഒരു 5+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സും കൂടെ CRS ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ PR അപ്ലൈ ചെയ്യാം. പിന്നെ കാനഡ ഗവൺമെന്റ് വളരെ സപ്പോർട്ടീവായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് കനേഡിയൻ ഗവൺമെന്റ്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിള് നമ്മുടെ ഈ ഒരു കോവിഡ് സീസണിൽ, നമ്മുടെ ഈ ഒരു പാൻഡമിക്കില് നമ്മളെല്ലാവരും ഇന്ത്യയിൽ കുറെ പേരൊക്കെ ജോബ്ലെസ് ആയിരുന്നു. അപ്പൊ കാനഡയിൽ പഠിക്കാൻ പോയ കുട്ടികൾ, പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കാനഡ ഗവൺമെന്റ് അവിടുത്തെ എമർജൻസി റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് എല്ലാവർക്കും $2,000 വെച്ചിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് കൊളംബിയയിലാവുമ്പോൾ $1,000 വെച്ചിട്ട് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റെന്റിനായിട്ട് ഒരു 600 CAD അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ വീട്ടിലിരുന്നു കൊണ്ട് സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ട് അവർക്കുള്ള എമൗണ്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഐ തിങ്ക് ഇപ്പൊ സെപ്റ്റംബർ വരെയാണ് ആ ഒരു ഓഫർ, അതായത് ആ മാർച്ച് തൊട്ട് ഇപ്പൊ സെപ്റ്റംബർ വരെയും ഗവൺമെന്റ് ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കാനഡയിലെ നമുക്ക് ഒരു ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കാനഡയിലുള്ളത്: കാനഡ കോളേജസ് ആൻഡ് കാനഡ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ കാനഡ കോളേജ് എന്ന് പറയുമ്പോൾ കൂടുതലും പ്രാക്ടിക്കലി ഓറിയന്റഡ് പ്രോഗ്രാംസ്, അതായത് സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാനഡയിൽ ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പം ആ ഒരു കാനഡയുടെ ജോബ് ഡിമാൻഡിനനുസരിച്ചിട്ടാണ് കോളേജസ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കാനഡയിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ്, സേ ഇപ്പൊ മെക്കാനിക്കൽ സ്ട്രീം അത്ര ബൂമിംഗ് അല്ല, അവിടെ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെ ഒരു കേസിൽ കോളേജസ് അത്തരം പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതേസമയം യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി അക്കാഡമിക് ആണ്, അതായത് അക്കാഡമിക് ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അതായത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, PhD അങ്ങനെ അക്കാഡമിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. ദെൻ പ്രോഗ്രാംസ്, ഇപ്പൊ നിങ്ങൾ 12th കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് കാനഡയിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എടുക്കാനായിട്ട്, അതായത് അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാനഡയിൽ പോകുന്നത്. അപ്പൊ അത്തരം സ്റ്റുഡൻസിന് നമുക്ക് ബേസിക്കലി 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡിപ്ലോമ ആൻഡ് അതർ വൺ PG ഡിപ്ലോമ, ബാച്ചിലർ ഡിഗ്രി. അപ്പൊ ഡിപ്ലോമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലി ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ അത്രയും തിയറി പാർട്ട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങൾ അത്രയും അക്കാഡമിക് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ പഠിക്കാം. അതേസമയം നിങ്ങൾ ബാച്ചിലർ കഴിഞ്ഞ ഫോർ ഷുവർ മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ബാച്ചിലർ ഡിഗ്രി. അത് 4 വർഷത്തെ കോഴ്സാണ്. അതിന്റെ ഡിഫറൻസ്, ഇതിന്റെ സാമ്യം എന്ന് പറയുന്നത് രണ്ടും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാം ആണ്. നിങ്ങൾ ചെയ്യുന്ന ലെവൽ സെയിം ആണ്. അതിന്റെ എന്താ പറയേണ്ടത്, ലെവൽ, അതിന്റെ ക്രെഡൻഷ്യൽ ആണ് വ്യത്യാസമായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് കാനഡയിൽ പോകുമ്പോൾ അവർക്കും 2 ഓപ്ഷൻസ് ഉണ്ട് ബേസിക്കലി. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ആൻഡ് അതർ വൺ മാസ്റ്റർ ഡിഗ്രി. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അഗെയിൻ ഒരു ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന പ്രോഗ്രാം ആണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം. ഓക്കെ, അതേപോലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി തീസിസ് ബേസ്ഡ് അല്ലെങ്കിൽ റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആണ് മാസ്റ്റേഴ്സിൽ വരുന്നത്. കോഴ്സ് ബേസ്ഡും ഉണ്ട്, പ്രൊജക്ട് ബേസ്ഡ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇവിടെയും ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ബാച്ചിലർ കഴിഞ്ഞു, ഇനി ഇമ്മീഡിയറ്റ് ജോബ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം, അപ്പൊ എനിക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാം വേണം എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഡെഫിനറ്റ്ലി നമുക്ക് PG ഡിപ്ലോമ കൊടുക്കാൻ പറ്റും. അതേസമയം എനിക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോകണം, എനിക്ക് കോർ തിയറി പഠിക്കണം എന്ന് ഡിമാൻഡുള്ള സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം മാസ്റ്റേഴ്സിന്റെ റിക്വയർമെന്റ്, അതായത് പെർസെൻറ്റേജും കൂടുതലാണ്. അതായത് നമുക്കൊരു 70+ ഉണ്ടെങ്കിൽ മാത്രമേ കാനഡയിൽ നമുക്ക് മാസ്റ്റേഴ്സിന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് കുറച്ചും കൂടി റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസെൻറ്റേജ് മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ ആ ഒരു കരിക്കുലം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ഉണ്ട്. IELTS ഉണ്ട്, TOEFL, PT, അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതിൽ കാനഡ ഗവൺമെന്റ് പ്രിഫർ ചെയ്യുന്നത്, കാനഡ ഇമിഗ്രേഷൻ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ആയ IELTS ആണ്.
നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് PT അല്ലെങ്കിൽ TOEFL സ്കോർ അക്സെപ്റ്റ് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമിഗ്രേഷൻ പ്രിഫർ ചെയ്യുന്നത് IELTS ആണ്. അപ്പം നിങ്ങൾ ഓവറോൾ 6.5 IELTS വേണം. അതുപോലെ ഇൻഡിവിജ്വൽ ബാൻഡ് 6 വേണം. ദെൻ അതർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് GMAT GRE ആണ്. അത് ഓപ്ഷണൽ ആണ്. അത് നിങ്ങൾ മാസ്റ്റർ പഠിക്കാൻ പോകുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി, അത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഈ GMAT ആൻഡ് GRE സബ്മിറ്റ് ചെയ്യാം. ദെൻ ബാക്ക്ലോഗ്സ്. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ ആസ് പെർ ദ റൂൾ നമുക്കിപ്പോൾ ഒരു 3 year ബാച്ചിലർ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ 3 to 6 ബാക്ക്ലോഗ്സ് വരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ 4 year ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെങ്കിൽ അപ് ടു 8 ബാക്ക്ലോഗ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അബവ് 8 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് പ്രൊഫൈൽ അസസ്മെന്റിന് കൊടുത്തിട്ട് അങ്ങനെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ദെൻ അക്കാഡമിക് ഗ്യാപ്പ്. ബേസിക്കലി നമ്മൾ അക്കാഡമിക് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. കാരണം നമുക്ക് അക്കാഡമിക് ഗ്യാപ്പ് നമുക്ക് ഹയർ സ്റ്റഡീസിന് ഒരു പ്രശ്നമല്ല. അതേസമയം നിങ്ങൾ ഡിപ്ലോമ പോലെയുള്ള സ്കിൽ ബേസ്ഡ് പ്രോഗ്രാം എടുക്കുമ്പോൾ ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. മാക്സിമം ഒരു 5 to 6 years ഗ്യാപ്പാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PG ഡിപ്ലോമ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തരുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തരുന്ന പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10+ years എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ശരിക്കും ഓവർ ക്വാളിഫൈഡ് ആണ്. അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പ്രൊഫൈലില്. അതുകൊണ്ടാണ് റിജക്ഷൻസ് കൂടാനുള്ള സാധ്യത. ഈ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് അങ്ങനെ റിജക്ഷൻസ് കൂടുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കാനഡയിലെ കോളേജസും അതുപോലെ യൂണിവേഴ്സിറ്റീസും വൈഡ് റേഞ്ച് ഓഫ് സ്കോളർഷിപ്പ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ കനേഡിയൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കോളർഷിപ്പ്. അതുപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് $5,000 per year തൊട്ട് $70,000 വരെ കൊടുക്കുന്നുണ്ട് പെർ ഇയർ. അത് എല്ലാ വർഷവും നിങ്ങളുടെ പ്രോഗ്രാം ഡ്യൂറേഷന്റെ എല്ലാ വർഷവും നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. കൂടുതലും മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ്. ഓക്കെ, കൂടുതലും മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ ലെവൽ ഓഫ് എഡ്യൂക്കേഷന്റെ ബേസിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാം, സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പം നാച്ചുറൽ സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, ദെൻ ഹെൽത്ത് കെയർ സയൻസ്, അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ കുറച്ചും കൂടി സ്കോളർഷിപ്പ് ഓപ്ഷൻസ് കൂടുതലാണ്. സംടൈംസ് നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ബേസിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 6 to അല്ലെങ്കിൽ 8 to 12 months പ്രയർ നിങ്ങൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണം. പിന്നെ ചില ഡീഫോൾട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും. അത് നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ അവർ ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ പോസ്റ്റ് അഡ്മിഷൻ സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാനഡയിൽ പോയി പഠിച്ച് അവിടുത്തെ ഫസ്റ്റ് ടേമിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോയിങ് ടേംസിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ദെൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഞാൻ പറയാം. ഒന്ന് കാനഡ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് കോമൺവെൽത്ത് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ്. ഇത് മെറിറ്റ് ബേസിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. പിന്നെ NRCC സ്കോളർഷിപ്പ് ഉണ്ട്. അത് റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാമിന് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ആണ്. പിന്നെ ഓരോ പ്രോവിൻസിലും അതിൻ്റെതായ സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒൻറ്റാരിയോയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒൻറ്റാരിയോ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ക്യൂബക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂബക് പ്രൊവിൻഷ്യൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് റിസർച്ച് PhD ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഫണ്ടഡ് PhD നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അവിടെയുള്ള ഒരു സൂപ്പർവൈസറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സൂപ്പർവൈസറുടെ അപ്രൂവൽ എടുക്കണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഫണ്ടഡ് PhD കിട്ടുള്ളൂ. ദെൻ നമുക്ക് അതിന്റെ വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിൽ നമുക്ക് വിസ കിട്ടാനായിട്ട്, അതായത് കാനഡയിൽ പോകാനായിട്ട് നമ്മൾ 2 സ്റ്റേജ് ഫേസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് അഡ്മിഷൻ ആൻഡ് സെക്കൻഡ് സ്റ്റേജ് വിസ. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ എലിജിബിൾ ആണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ എലിജിബിൾ ടു ട്രാവൽ ടു കാനഡ അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇമിഗ്രേഷന്റെ റൂൾസ് അല്ലെങ്കിൽ ഇമിഗ്രേഷന്റെ റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പം ബേസിക്കലി കോളേജ് നോക്കുന്നത് നിങ്ങളുടെ അക്കാഡമിക് ട്രാക്ക് ആണ് അല്ലെ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ നോക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യും. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ ആ ഡ്യൂറേഷനിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇന്ന ഫണ്ട് ഉണ്ടോ എന്ന് ഇമിഗ്രേഷൻ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി. നമുക്കറിയാം കാനഡ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് IELTS ആണ്. അപ്പൊ ഓവറോൾ 6 ആൻഡ് ബാൻഡ് സ്കോർ 6 നിങ്ങൾ മീറ്റ് ചെയ്യണം. പക്ഷെ ഞാനിപ്പോ ഈ ഓവറോൾ 6 ആൻഡ് ബാൻഡ് സ്കോർ 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാക്ട്ലി അത് മീറ്റ് ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെന്റ് ഓവറോൾ 6.5 ആണ്. സോ ഐ റെക്കമെൻഡ് ടു സ്കോർ 7. ഓക്കെ. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ നോക്കുന്നത് നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ്. അതായത് നിങ്ങൾ ജെന്യൂൻ സ്റ്റുഡന്റ് ആണോ, നിങ്ങൾ കാനഡയിൽ പഠിക്കാനാണോ പോകുന്നത്, അല്ല നിങ്ങൾ എഡ്യൂക്കേഷൻ വിസ ത്രൂ നിങ്ങൾ അവിടെ ഒരു ജോബ് ആണോ എയിം ചെയ്യുന്നത്, അതാണ് പർപ്പസ് ഓഫ് വിസിറ്റ്. അവിടെ എംബസി കൺവീൻസ്ഡ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വിസ റിജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എംബസി സ്റ്റേ ബാക്ക് തരുന്നുണ്ട്, പാർട്ട് ടൈം ഓപ്ഷൻ തരുന്നുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് വർക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ഓരോ വിസയ്ക്കും ഓരോ പേർപ്പസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം PR അപ്ലൈ ചെയ്യുന്നതും വർക്ക് വിസ അപ്ലൈ ചെയ്യുന്നതും കാനഡയിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാനും ആണ് അല്ലെ. അപ്പം അതിന് നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ വിസ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളെ ജെന്യൂൻ സ്റ്റുഡൻസിന്റെ അവസരങ്ങൾ നഷ്ടമാവരുത്. അതുകൊണ്ട് തന്നെ എംബസി നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് അവർ ക്രോസ് വെരിഫൈ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങൾ വിസയ്ക്ക് എലിജിബിൾ ആണോ എന്നുള്ളത്. അവിടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. അല്ലാതെ നിങ്ങൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിന് ഒരു 4 to 5 months ടൈം എടുക്കും. അപ്പൊ എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നു നിങ്ങൾ എലിജിബിൾ അല്ല, അപ്പൊ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് വേസ്റ്റ് ആവും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യുക അപ്ഫ്രണ്ട്. ദെൻ അവർ നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കാനഡയുടെ ഇൻടേക്ക് ആണ്. നമുക്ക് ബേസിക്കലി 3 ഇൻടേക്ക് ആണ് കാനഡയിലുള്ളത്. ജാൻ, അത് നമ്മൾ വിന്റർ ഇൻടേക്ക് എന്നാണ് പറയുന്നത്. മെയ് ഇൻടേക്ക്, അത് സമ്മർ ഇൻടേക്ക് ആണ്. അതുപോലെ തന്നെ ഫാൾ ഇൻടേക്ക്, അത് സെപ്റ്റംബറിലാണ് വരുന്നത്. ഇപ്പോ റണ്ണിങ് ആയിട്ടുള്ള ഇൻടേക്ക് സെപ്റ്റംബർ ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റുഡൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല സെപ്റ്റംബറിൽ. കൺട്രി ബോർഡറും ഓപ്പൺ അല്ല. കൺട്രി ബോർഡർ ഓപ്പൺ അല്ലാത്തത് കാനഡയിലെ സിറ്റുവേഷൻ മോശമായത് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിലെ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഒരുപാട് കേസ് ഇന്ത്യയിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റുഡൻസിന് ഇപ്പോൾ വിസ ഇഷ്യൂ ചെയ്താൽ നമുക്ക് ഹ്യൂജ് വോള്യൂം ഓഫ് സ്റ്റുഡൻസ് കാനഡയിലോട്ട് റഷ് ചെയ്യും. അപ്പൊ അത് കൂടുതൽ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ബാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന് ഓൺലൈൻ പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും കോളേജും അതുപോലെ ഇമിഗ്രേഷനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 സ്റ്റേജസ് ആണ് ഫേസ് ചെയ്യുന്നത്. അഡ്മിഷൻ എടുക്കുക, വിസ അപ്ലൈ ചെയ്യുക. ഇപ്പം അതിന്റെ മിഡിൽ ഒരു പുതിയ സ്റ്റേജ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AIP എടുക്കുക, അതായത് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൺലൈനിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇമിഗ്രേഷന്റെ AIP അപ്രൂവൽ വേണം. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ AIP കിട്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസിന് ഗ്രാജുവലി എന്ത് ചെയ്യും, POE അതായത് പോർട്ട് ഓഫ് എൻട്രി കിട്ടും. അതായത് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടും കാനഡയിൽ നിന്ന്. നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. കാനഡയിൽ അറൈവ് ആയി കഴിഞ്ഞാൽ അവിടെ പോർട്ട് ഓഫ് എൻട്രിയിൽ നമ്മൾ ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് കിട്ടുന്നത്. ഇതാണ് ഇമിഗ്രേഷന്റെ റീസെന്റ് അപ്ഡേറ്റ്. ഓക്കെ. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ AIP വന്നിട്ടില്ല, നിങ്ങൾക്ക് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ആയി, AIP കിട്ടിയില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓഫർ അടുത്ത, അതായത് നെക്സ്റ്റ് ഇൻടേക്ക് ജനുവരിയിലോട്ട് ഡിഫർ ചെയ്യാം. ഇനി അതും അല്ലാത്ത കേസിൽ ഇപ്പം ചില കുട്ടികൾക്ക് ആ ഒരു ഹോപ്പ് ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായി, ഇപ്പൊ 1 വർഷം വെയിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് റീഫണ്ടും കിട്ടും എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മളിപ്പോ ഓൾറെഡി ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഫയൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാനപ്രോയിൽ. അപ്പം ഒരു സ്റ്റുഡന്റും ഡ്രോപ്പ് ചെയ്തിട്ടില്ല പ്ലാൻ. എല്ലാവരും പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്. അതായത് സെപ്റ്റംബർ ഉള്ളത് ജാനിലോട്ടും മെയിലോട്ടും സെപ്റ്റംബറിലും പോസ്റ്റ്പോൺ ചെയ്തു. ബിക്കോസ് നമുക്കറിയാം വാക്സിൻ വരുന്നതോട് കൂടി സിറ്റുവേഷൻ എല്ലാം ബാക്ക് ടു നോർമൽ ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ഡ്രീംസിന് നമ്മൾ എന്താണ് പറയേണ്ടത്, നമ്മൾ അത് വിട്ടുകളയേണ്ട ആവശ്യമില്ല. നമുക്കത് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം സിറ്റുവേഷൻ ഒക്കെ ബാക്ക് ടു നോർമൽ ആയി, അപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ ഇടാം എന്നൊരു മെന്റാലിറ്റി ആണെങ്കിൽ അത് സാധാരണ എനിക്ക് തോന്നില്ല ആ സമയത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടും. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഡിഫർ ചെയ്ത് തുടങ്ങി. അപ്പൊ തന്നെ ഇപ്പൊ ജാനിലും മെയിലും സെപ്റ്റംബറിലും സ്റ്റുഡൻസ് ഡിഫർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്മിഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി. അപ്പൊ ഇനി നിങ്ങൾ ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് മൊമെന്റിൽ വാക്സിൻ ഒക്കെ വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പം അതാണ് ഇപ്പോഴത്തെ
റീസെന്റ് അപ്ഡേറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ യെസ്, ഇപ്പൊ കുറച്ച് കുട്ടികൾക്ക് വിസ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതായത് ഫുൾ സ്റ്റഡി പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബിഫോർ മാർച്ച് 18 നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കാനഡയിൽ ട്രാവൽ ചെയ്യാൻ എലിജിബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ട്രാവൽ ലെറ്റർ നിങ്ങൾ കോളേജിൽ നിന്ന് സംഘടിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ 14 days മാൻഡേറ്ററി ക്വാറന്റൈൻ നിങ്ങൾ ഫോളോ ചെയ്യണം. ആസ് പെർ ദി ക്വാറന്റൈൻ ആക്ട് നിങ്ങൾ ക്വാറന്റൈൻ 14 days നിങ്ങൾ ഫോളോ ചെയ്യണം. മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ ക്വാറന്റൈൻ ഫെസിലിറ്റി സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാനഡയിൽ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് നിങ്ങളെ കോൾ ചെയ്യും, നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. നിങ്ങൾ ഈ റൂൾ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് $750,000 വരെ നിങ്ങൾക്ക് ഫൈൻ ഉണ്ട്. അതുപോലെ 6 months ഇൻ പ്രിസൺ. അതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് നമ്മൾ ആ റൂള് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറൈവ് കാനഡ ആപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ അറൈവിംഗ് പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫർദർ ക്വാറന്റൈൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ആപ്പിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഇൻഫർമേഷൻസ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചെറിയ ചെറിയ ക്വയറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ, കാനപ്രൂവിലെ എക്സ്പേർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. Am I eligible to go further for this education process or not? അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഫർദർ മൂവ് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അല്ലാത്ത കേസിൽ നിങ്ങളുടെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു റിജക്ഷൻ വരുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ എഫേർട്ട് അത്രയും വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ബേസിക് ഇൻഫർമേഷൻസ്. അപ്പോ ഇപ്പോഴത്തെ, അതായത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഞാൻ ഈ ഷെയർ ചെയ്തത്. ഇപ്പൊ ഇനിയും നമുക്ക് ഇമിഗ്രേഷന്റെ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം റിഗാർഡിംഗ് ജാൻ ഇൻടേക്ക് ക്ലാസ് ആൻഡ് ഓൾ. അപ്പം അതിന്റെ അപ്ഡേറ്റ് ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. So that's all about this education part today. So നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, ഞാൻ അതിന്റെ ആൻസേഴ്സ് 1 second. So meanwhile Ms. Sapna can handle immigration questions as well. ഇനിയിപ്പോ നമുക്ക് ഇമിഗ്രേഷൻ എഡ്യൂക്കേഷനും കമ്പൈൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നടത്താം. എഡ്യൂക്കേഷനെ കുറിച്ചുള്ളതും ഇമിഗ്രേഷനെ കുറിച്ചുള്ളതും ഒരുമിച്ച് ഡീൽ ചെയ്യാവുന്നതല്ലോ. ഓക്കെ സർ. സ്വപ്നം എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ? പ്രത്യേകമായിട്ടൊരു ചോദ്യം വന്നു. ഇപ്പൊ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ക്യാൻ അപ്രൂവ് എന്നുള്ളതൊന്ന് പ്രത്യേകം പറയണം എന്നാണ് ഒരാള് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈ ക്യാൻ അപ്രൂവ്? പറയാൻ നമുക്ക് തടസ്സമൊന്നുമില്ല. ക്യാൻ അപ്രൂവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ഇപ്പോ പെട്ടെന്ന് അങ്ങോട്ട് നമ്മളൊരു മാർക്കറ്റില് ഉണ്ടായ സംഭവം ഒന്നല്ല. ഞാനൊരു 1990 പഠിക്കാൻ പോയി. 97 മുതലേ ലീഗൽ പ്രാക്ടീസിലുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ലോയർ എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രാക്ടീസ് തുടങ്ങുന്നത് 1997 ആ 97 മുതലുള്ള പഠനം, അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഏകദേശം ഒരു 98-99 മുതൽ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ എന്നുള്ള രൂപത്തിലാണ് ഇമിഗ്രേഷൻ പ്രാക്ടീസും എഡ്യൂക്കേഷൻ പ്രാക്ടീസും ലീഗൽ പ്രാക്ടീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മറ്റുള്ള കമ്പനികളിൽ നിന്നും കാനപ്രൂവിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്, കാനപ്രൂവിനെ ലീഡ് ചെയ്യുന്നത് അതിപ്പോ കാനഡയിലായിക്കൊള്ളട്ടെ ഇന്ത്യയിലായിക്കൊള്ളട്ടെ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ്. അത് തന്നെയാണ് കാനപ്രൂവും മറ്റുള്ള കമ്പനികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഇതിനെ ലീഡ് ചെയ്യുന്നത്, ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അറിവും ബുദ്ധിയും ഉള്ളവരാണ്. അത്യാവശ്യം LLB ഡിഗ്രി കഴിഞ്ഞിട്ടും കോടതി പ്രാക്ടീസും അതുപോലെ തന്നെ മറ്റുള്ള പണികൾ ചെയ്തിട്ടും ഇതിനെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ട്രാവൽ കൺസൾട്ടൻസി കാണുന്ന പോലെയോ ഒരു ടൂറിസ്റ്റ് കമ്പനി കാണുന്ന അല്ലാതെ ഇതൊരു പ്രൊഫഷണൽ പ്രാക്ടീസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കാനപ്രൂവിനെ ലീഡ് ചെയ്യുന്നത്. ഞങ്ങൾ നൽകുന്നത് ഒരു പ്രൊഫഷണൽ സർവീസ് ആണ് എന്നുള്ളത് തന്നെയാണ് കാനപ്രൂവും മറ്റുള്ള കമ്പനികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതിന് കൂടുതലായിട്ട് എനിക്ക് കാനപ്രൂവിന്റെ വ്യത്യാസം നമുക്ക് പറയാനില്ല. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നവര് ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആണ്. അത് ഓരോ പ്രൊഫഷണൽസിനോടും ഹയർ ലെവലിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. പരമാവധി പ്രോസസ്സിംഗ് ചെയ്യുന്നവർക്ക് ലോയേഴ്സിനെയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവരെയാണ് ഞാൻ അപ്പോയിന്റ് ചെയ്യാറ്. ശരിയാണ്, ഫസ്റ്റ് ലെവൽ കൺസൾട്ടേഷനിൽ ചിലപ്പോൾ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തെങ്കിലും കൺസൾട്ടേഷനിൽ എന്തെങ്കിലും എററുകൾ സംഭവിച്ചാലും സെക്കൻഡ് ലെവൽ ടീം അല്ലെങ്കിൽ ബാക്കൻഡ് ടീം പവർഫുൾ ആയതുകൊണ്ട് പക്ഷെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ അത്തരം എററുകൾ സംഭവിക്കാൻ നോക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് നോളജും എഡ്യൂക്കേഷനും അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്റെയും ആ ഇമ്പോർട്ടൻസ്. ചില കമ്പനികളിൽ നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യയിൽ അങ്ങനെ
ഇമിഗ്രേഷൻ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ വേണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ ഇന്നതിൽ ഇത് വേണമെന്നൊന്നും ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്പെസിഫിക്കേഷൻ കൊണ്ടുവരാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സ് നിങ്ങൾ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക. പറയുന്നതും ചെയ്യുന്നതായുള്ള കാര്യങ്ങളും ശരിയോ തെറ്റോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങളൊരു വിസ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് റിജക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ എറർ കൊണ്ട് കക്ഷികൾക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ 100 ചെയ്തിട്ട് 100 സക്സസ് ആയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 90 മുതൽ 95 ഇത്രയും 22 കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുത്താൽ ഞങ്ങൾ പ്രൈമറി സ്റ്റെപ്പ് കഴിഞ്ഞ് ഇൻവിറ്റേഷൻ കിട്ടിയ ആൾക്കാരിൽ 95% ഞങ്ങൾക്ക് സക്സസ് റേറ്റ് തന്നെയാണ്. അത് ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിന്റെയും പ്രൊഫഷണൽ ഡെഡിക്കേഷന്റെയും ആ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. താങ്ക് യു സർ. സാർ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു. കാനപ്രൂവിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാനപ്രൂവിന്റെ പ്രസിഡന്റ് തന്നെയാണ് കാനഡ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത്, മിസ് വെറോണിക്ക. സാധാരണ കമ്പനികളൊക്കെ പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്തിട്ടാണ് ലൈസൻസ്. അപ്പൊ ചിലപ്പോൾ ലൈസൻസ് ഹോൾഡർ മാറാം, നിങ്ങളുടെ ഫയലിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ കാനപ്രൂവിനെ സംബന്ധിച്ച് കാനപ്രൂവിന്റെ കമ്പനിയുടെ പ്രസിഡന്റ് മിസ് വെറോണിക്ക തന്നെയാണ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരാൾ തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നതും ഇവിടെ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരെയും സ്ഥിരമായിട്ട് കാണാം. താങ്ക് യു. അപ്പൊ അടുത്തത് ഇവിടെ ജയൻ ജോസഫ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ +2 കൊമേഴ്സ് പ്ലീസ് ടെൽ ദ ചാൻസ് ഓഫ് വർക്ക് ആൻഡ് സ്റ്റഡി ഓപ്ഷൻ. അപ്പം 12th കൊമേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ചോയ്സ് ഉണ്ട്. ഒന്നിക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഓറിയന്റഡ് പ്രോഗ്രാം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ തിയറി ബേസ്ഡ് പ്രോഗ്രാം സെലക്ട് ചെയ്യാം. പ്രാക്ടിക്കലി ഓറിയന്റഡ് പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല ബ്രാഞ്ചസിലോട്ട് മൂവ് ചെയ്യാം. HR മാനേജ്മെന്റ് ഉണ്ട്, ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്, അതുപോലെ മാർക്കറ്റിംഗ്, സെയിൽസ്, ദെൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ തിയറി ബേസ്ഡ് മാസ്റ്റേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് MBA എടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് പ്രോഗ്രാം എടുക്കാം, ഫൈനാൻസ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഉള്ള ഓപ്ഷനും ഉണ്ട്. ഇതിനൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ് കാനഡയിൽ. ഇനി ഇതില് കൂടുതലും സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം മൈഗ്രേഷൻ ആരെങ്കിലും ഇനി കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാല് നമ്മളിപ്പോ അത് ആൻസർ ചെയ്യുന്നതായിരിക്കും. രാഗിമയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, കുറച്ച് സ്റ്റഡി റിലേറ്റഡ് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. IELTS സ്കോർ എത്ര മീറ്റ് ചെയ്യണം എന്ന് ആതിര ഗിരീശൻ ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റഡി ആണോ മൈഗ്രേഷൻ ആണോ എന്ന് വ്യക്തമല്ല. സ്റ്റഡി ആണെങ്കിൽ നമുക്ക് കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിക്വയർമെന്റ് ഓവറോൾ 6.5 ആൻഡ് ബാൻഡ് സ്കോർ 6 ആണ്. അതുപോലെ എമിഗ്രേഷൻ റിക്വയർമെന്റ്സ് ഓവറോൾ 6 ആൻഡ് ബാൻഡ് സ്കോർ 6 ആണ്. അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു രാഗിമ. ഇമിഗ്രേഷൻ ആണെങ്കിൽ നമുക്ക് ഏത് പ്രോസസ്സും തുടങ്ങണമെന്ന് വെച്ചെങ്കിൽ മിനിമം റിക്വയർമെന്റ് ഇൻഡിവിജ്വൽ 6 ആണ്. ഇൻഡിവിജ്വൽ 6ന് താഴെ നമുക്ക് ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് സാധ്യമല്ല. അപ്പോൾ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അക്കാദമിക് IELTS ആണ് എഴുതേണ്ടത്. ഇമിഗ്രേഷൻ പ്രോസസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജനറൽ IELTS ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻഡിവിജ്വൽ 6 കിട്ടാതെ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് Jan 21 ഇൻടേക്ക്? അപ്പം Jan 21 ഇൻടേക്കിനെ കുറിച്ച് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം സെപ്റ്റംബർ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നിങ്ങളിപ്പം ഓൺലൈനിലാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് ഇപ്പം കഴിഞ്ഞ മെയ്യിൽ അല്ലെങ്കിൽ ഈ സെപ്റ്റംബറിൽ ഒരു 1 ഇയർ പ്രോഗ്രാം എടുത്ത് പഠിക്കുന്ന ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഇമിഗ്രേഷൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ പ്രോഗ്രാം എടുത്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ 50% ക്ലാസ് കാനഡയിൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജാൻ ഇൻടേക്കിന്റെ അപ്ഡേറ്റ് ഇതുവരെയും നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി അത് ഓഫ്ലൈൻ തന്നെ ആവാനാണ് സാധ്യത. +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് കാനഡയിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് രാഗിമ. സാധാരണ ജനറൽ നഴ്സിംഗ് കഴിയാതെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പാത്ത് വേ ഓപ്ഷൻസിലൂടെ നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് എൻട്രി കിട്ടില്ല. ഒന്നിൽ പാത്ത് വേ പ്രോഗ്രാം എടുക്കണം, അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പ്രോഗ്രാം കഴിയണം. സർ, യൂക്കോൺ പൈലറ്റ് പ്രോഗ്രാമിനെ പറ്റി ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂക്കോൺ കാനഡയിൽ ഇപ്പൊ പുതുതായിട്ട് ഒരുപാട് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. യൂക്കോൺ പ്രൊവിൻസ്,
അങ്ങനത്തെ, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം പ്രോഗ്രാംസും ബേസ് ചെയ്യുന്നത് ഒരു എംപ്ലോയറുടെ സ്പോൺസർഷിപ്പിനാണ്. വളരെ അപൂർവം പ്രോഗ്രാംസ് മാത്രമേ എംപ്ലോയറുടെ സ്പോൺസർഷിപ്പോ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ചില പ്രോഗ്രാംസിൽ അവർ പറയും 2 ജോബ് ഓഫർ മതിയെന്ന്, ചില പ്രോഗ്രാംസിൽ പറയും LMA മതിയെന്ന്. 2 ജോബ് ഓഫർ അറേഞ്ച് ചെയ്യാൻ കിട്ടുന്നതിനേക്കാളും ഈസിയാണ് ഒരു LMA ശരിയാക്കി എടുക്കാൻ. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 2 എംപ്ലോയറെ കഴിഞ്ഞ് ജോബ് ഓഫർ അറേഞ്ച് ചെയ്യാൻ നടക്കുന്നതാണോ ഒരു ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് അറേഞ്ച് ചെയ്യുന്നത് ഈസി എന്ന് വെച്ചാൽ അത് LMA കിട്ടുന്നതിനാണ് ഈസി. ഒരു എംപ്ലോയർ നമ്മളോട് സഹകരിക്കേണ്ട, എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഗ്രാമിൽ പറയുന്നത് LMA വേണ്ടാന്ന്. പക്ഷെ LMA വേണ്ടാന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് 2 ജോബ് ഓഫർ വേണമെന്നുള്ളത്. അപ്പൊ ഈ എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഒരു പർട്ടിക്കുലർ എംപ്ലോയറുടെ സ്പോൺസർഷിപ്പോ അസിസ്റ്റന്റ് സഹായമോ നമുക്ക് ലഭിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ ആ പർട്ടിക്കുലർ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് നമ്മൾ അപേക്ഷിക്കണം. അപ്പോൾ അവിടുന്ന് നമുക്കൊരു എംപ്ലോയറുടെ ഒരു അസിസ്റ്റൻസ് കിട്ടാതെ ഏതെങ്കിലും, അത് യൂക്കോൺ ആയിക്കൊള്ളട്ടെ, അറ്റ്ലാന്റിക് കാനഡ പൈലറ്റ് പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, ഇത് ചെയ്യുവാൻ നമുക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എത്രമാത്രം ഓരോന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് നോവാസ്കോഷ്യയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള സിസ്റ്റം കാനഡ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള സിസ്റ്റം കാനഡ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ യൂക്കോണിലേക്കോ അല്ലെങ്കിൽ മറ്റിലേക്കോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരം പ്രോഗ്രാംസ് തുടങ്ങാനുള്ള ശ്രമങ്ങൾ കമ്പനി തുടരുന്നുണ്ട്. സക്സസ് ആവുന്ന മുറയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സെപ്റ്റംബർ 21 ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ പീക്ക് ടൈം ടു അപ്ലൈ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡിഫർമെന്റ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സീറ്റ് ഫിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ ഓൺ ആണ്. സർ, കാതറിൻ ജെയിംസ് ചോദിച്ചിരിക്കുകയാണ്, അക്കാഡമിക് IELTS വെച്ചിട്ട് നമുക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കാനഡയുടെ മൈഗ്രേഷൻ റൂൾസിൽ പറയുന്നത് ജനറൽ IELTS വേണമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പ്രൈമറി പ്രോസസ്സും ഇൻവിറ്റേഷനും ഇതെല്ലാം ചെയ്തിട്ട് ഈ IELTSന്റെ മാത്രം ബേസിസിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അപ്പൊ ഈ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അവരുടെ റോളിൽ പറയുന്നത് ജനറൽ IELTS വേണമെന്നാണ്. ഇപ്പൊ അക്കാദമിക് IELTS ആണെങ്കിൽ അവരത് റിജക്ട് ചെയ്യുന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോളിൽ പറയുന്നത് ജനറൽ IELTS വേണമെന്നാണ് ഇമിഗ്രേഷൻ റൂൾസ് പറയുന്നത്. PR വിസയ്ക്ക് ആ ലാസ്റ്റ് മൊമെന്റിൽ ചിലപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ അയാളുടെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തതായുള്ള കഷ്ടപ്പാടുകളൊക്കെ പർപ്പസ് ഇല്ലാതെയാവും. ജനറൽ IELTS വേണമെന്നാണ് റൂൾസിൽ പറയുന്നത്. കാനഡ എല്ലാം ഇമിഗ്രേഷൻ പ്രോസസ് അപേക്ഷിക്കാറ് ജനറൽ IELTS വെച്ച് തന്നെയാണ് കാനഡയ്ക്ക് അപേക്ഷിക്കാറ്. ഓക്കെ സർ, താങ്ക് യു. അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാനഡയിൽ നമുക്ക് സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത് ആൻഡ് സ്പോർട്സ് കണ്ടീഷനിങ് പ്രോഗ്രാംസ് ഉണ്ട്, സ്പോർട്സ് മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം കാനഡയിൽ കിട്ടുന്നത്. സർ, പ്രിയ ചോദിച്ചിട്ടുണ്ട്, PNP ഇൻവിറ്റേഷൻ കിട്ടാൻ അപ്രോക്സിമേറ്റ്ലി എത്ര ഡ്യൂറേഷൻ എടുക്കും എന്ന്. അതിപ്പോ ഓരോ പ്രൊവിൻസുകളും അവിടെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഒന്നും അതിൽ നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇപ്പൊ മുമ്പ് കഴിഞ്ഞ കൊല്ലം വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ്സുകളൊക്കെ ക്ലോസ് ചെയ്തിടുമ്പോൾ ബിസിനസ് സിറ്റുവേഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷനുകളും കുറയും. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിന്റെ ടൈമിലും ഇതിലൊക്കെ ആ ഡ്യൂറേഷനിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതകളുണ്ട്. എല്ലാ സ്ഥലത്തുള്ളതായുള്ള സ്ലോ ഡൗൺ മാത്രം തന്നെയാണ് മൈഗ്രേഷൻ പ്രോസസ്സിലും കുറച്ച് സംഭവിച്ചിട്ടുള്ളൂ. ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡിസംബർ കഴിയട്ടെ. ഓക്കെ സർ. വേറൊരു ക്വസ്റ്റ്യൻ വന്നത്, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ്. മാസ്റ്റർ ഓപ്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇനി PG ഡിപ്ലോമയാണ്, സ്പെഷ്യലൈസേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എംബഡഡ് സിസ്റ്റം എടുക്കാം, അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്കിംഗ് എടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കാനഡയിൽ. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, കാരണം നമുക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇനിയുമുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇമെയിൽ വഴിയോ അതല്ലെങ്കിലോ ഒക്കെ ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇനി പ്രത്യേകിച്ച് ബിനോയ് സാറിനോട് നേരിട്ട് ചോദിക്കണം എന്നുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഹാൻഡ് ഓവർ ചെയ്താൽ ഞങ്ങൾ മറുപടി എടുത്തിട്ട്, അങ്ങനെ തന്നെയാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. സംശയങ്ങളുള്ള കാര്യങ്ങൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പൊ ബാക്കി ചോദ്യങ്ങൾ ബ്രാഞ്ചുകളായിട്ട് ബന്ധപ്പെടണം. തൃശ്ശൂരും എറണാകുളത്തും
കോട്ടയത്തും തിരുവല്ലയിലും നമുക്ക് കേരളത്തിൽ ബ്രാഞ്ചുകളുണ്ട്. ഓരോ ബ്രാഞ്ചിനും ഹെഡ് ഉണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അസസ്മെന്റ്, ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എലിജിബിലിറ്റി അസസ്മെന്റ് ആണ്. അത് നിങ്ങൾ കാനഡയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ക്യാൻ അപ്രൂവല് ഞങ്ങൾ എടുക്കില്ല. കാരണം ഞങ്ങൾ ആദ്യം നോക്കുന്നത് എലിജിബിലിറ്റി അസസ്മെന്റ് ആണ്. അതിനുള്ള ഒരു എലിജിബിൾ ആണോ നിങ്ങളെ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ത്രൂ ഔട്ട് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള കുറച്ച് സ്റ്റഡിയുടെ ചോദ്യങ്ങൾ രാഗിമ ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോ മൈഗ്രേഷന്റെ കാര്യങ്ങൾ വീണ്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു. നമുക്ക് ഇമിഗ്രേഷൻ അടുത്ത വെബിനാറിൽ നമുക്ക് കാണാം. എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അതുപോലെ തന്നെ ഈ വെബിനാറിൽ വന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും നിങ്ങളെ സമയം ചെലവഴിക്കുകയും ചെയ്ത എല്ലാവർക്കും കാനപ്രൂവിന്റെ MD എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളാം. ഇവിടെ എലൻ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റിൽ 2018 ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. സോ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പ്രോഗ്രാം സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് കോഴ്സ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. യൂഷ്വൽ കേസിൽ കോഴ്സ് ഡീവിയേഷൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മളൊരു കോഴ്സ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ 2 വർഷം 2018 to till 20 നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി കോഴ്സ് ഡീവിയേഷൻ പ്രിഫർ ചെയ്യാം. ബിക്കോസ് എയ്തർ നിങ്ങൾ പഠിച്ചിരുന്ന ടോപ്പിക് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ യുവർ കറന്റ് എക്സ്പീരിയൻസ് അതിന്റെ റിലേറ്റഡ് ആയിരിക്കണം നിങ്ങളൊരു പ്രോഗ്രാം പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എംബസിയെ കുറച്ചും കൂടി ഈസിയായി കൺവിൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പാർട്ട് ടൈം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പാർട്ട് ടൈം ഓപ്ഷൻസ് വീക്ക്ലി 20 hours അവൈലബിൾ ആണ്. അതുപോലെ വെക്കേഷൻ നിങ്ങൾക്ക് അപ് ടു 40 hours വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇയർ ഗ്യാപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇയർ ഗ്യാപ്പ് നിങ്ങൾക്കിപ്പോ സാധാരണ കേസിൽ 12th കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 2 year അക്കാഡമിക് ഗ്യാപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഫർദർ നമുക്ക് സ്റ്റഡീസിന്. അപ്പം ചില ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചത് 3 to 4 years ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ് ആ ഗ്യാപ്പിന് ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റീസൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. ഇപ്പം UK ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ ന്യൂസിലാൻഡിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൺട്രിയിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈസി ഇയർ ബ്രാക്ക് ഓഫ് 2 year ആഫ്റ്റർ ഗ്രാജുവേഷൻ ആൻ ഇഷ്യൂ ഫോർ മാസ്റ്റേഴ്സ്. ഇയർ ഗ്യാപ്പ് പ്രശ്നമില്ല. പക്ഷെ ആ ഇയർ ഗ്യാപ്പിൽ നിങ്ങൾ ഐഡിയൽ ആയിട്ട് ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിന് ഒരു പ്രോപ്പർ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുമെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ. അക്കാഡമിക് വിസയുടെ ജനറൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ ഉണ്ടാവണം. ഓക്കെ, അത് DLI ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓഫർ ലെറ്റർ വേണം. നിങ്ങളുടെ ട്യൂഷൻ ഫീ പേയ്മെന്റ് നിങ്ങൾ അടച്ചിരിക്കണം. അതുപോലെ നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസിനും ട്യൂഷനും വേണ്ടുന്ന ഫണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം, ഫുൾ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ദെൻ നിങ്ങൾക്ക് പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. ഇൻ കേസ് നിങ്ങൾ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റണം. ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി, ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി സ്കോർ വേണം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ്. ഫാം ഡേ കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ്, നമുക്ക് ഫാം ഡേ കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് മെജോറിറ്റിയും റെഗുലേറ്ററി അഫയേഴ്സ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ലൈസൻസ് വേണം അത് ചെയ്യാനായിട്ടുള്ള. അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ടോക്സിക്കോളജി റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ BPharm കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എടുക്കാൻ പറ്റും. അതുപോലെ കെമിക്കൽ ലബോറട്ടറി പ്രോഗ്രാംസ് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 5 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. 5 years കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിക്ക് 70% ആൻഡ് അബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാം. ഇനി അതല്ലെന്നാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. പ്രാക്ടിക്കൽ എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ലോൺ ഫോർ ഡൂയിങ് കോഴ്സസ്, ഓഫ് കോഴ്സ് നമ്മൾ കാനഡയിൽ നമുക്ക് ഓത്തറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ലോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പബ്ലിക് ബാങ്കിൽ നിന്നും ഓപ്ഷൻ ഉണ്ട്. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. പ്രൈവറ്റ് ബാങ്കിൽ നിന്നുള്ള ലോണും കാനഡ ആക്സെപ്റ്റ് ചെയ്യും. കാരണം എല്ലാ കൺട്രി ഒന്നും പ്രൈവറ്റ് ബാങ്കിലെ ലോൺ ആക്സെപ്റ്റ് ചെയ്യില്ല.
ബട്ട് അറ്റ് ദ സെയിം ടൈം കാനഡയിൽ നമുക്ക് പ്രൈവറ്റ് ബാങ്കിന്റെ ലോണും നമുക്ക് എംബസിയിലേക്ക് വിസയുടെ ടൈമിൽ കാണിക്കാവുന്നതാണ്. ക്ലിനിക്കൽ സൈക്കോളജി ഒരു റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആണ്. അപ്പം നിങ്ങൾക്ക് അത് ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സൂപ്പർവൈസറുടെ അപ്രൂവൽ വേണം, അല്ലാതെ നമുക്കത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൂപ്പർവൈസറുടെ അപ്രൂവൽ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കാനപ്രൂവിനെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഫർദർ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. മേ ബി നമുക്ക് സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യാനുള്ള മെത്തേഡ്സും ഞങ്ങൾ ഗൈഡ് ചെയ്ത് തരാം. കോആപ്പ് പ്രോഗ്രാംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കോആപ്പ് പ്രോഗ്രാം ഈസ് നത്തിങ് ബട്ട് ഇന്റേൺഷിപ്പ് അല്ലെ. അപ്പൊ നമ്മൾ കാനഡയിൽ ഈ PG ഡിപ്ലോമ പ്രോഗ്രാംസിനും മാസ്റ്റേഴ്സിനും നമുക്ക് കോആപ്പ് ഒരു ഓപ്ഷൻ ആണ്. അത് മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാൻഡേറ്ററി കോആപ്പ് തരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിത്തത്തിന്റെ കൂടെ തന്നെ മേ ബി ഒരു 6 month ഒക്കെ അല്ലെങ്കിൽ 3 to 6 month ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് കോആപ്പ്. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കരിക്കുലം. അങ്ങനെ കോആപ്പ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡ്യൂറേഷനിൽ തന്നെ ഒരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷണൽ കോആപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിലാണ് അവർ ഓപ്ഷണൽ കോആപ്പ് തരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സർട്ടൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ കോആപ്പ് ഓപ്ഷൻ പ്രിഫർ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. 70 and above ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് എടുക്കാം. മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻ ഉണ്ട്. ഇനിയല്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബ്രാഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാം, ഹാർഡ്വെയർ നോക്കാം, നെറ്റ്വർക്ക് നോക്കാം, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, വയർലെസ് ഉണ്ട്, ഗെയിം ഡെവലപ്മെന്റ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. ഒരുപാട് ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. ഈവൻ ബിഗ് ഡേറ്റ ഇപ്പോൾ ഒത്തിരി ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ബിഗ് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ സയൻസ്. അപ്പം നിങ്ങൾക്ക് കോഡിംഗ് ഒക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ കോഴ്സ് പ്രിഫർ ചെയ്യാൻ പറ്റും. HR ഓപ്പർച്യൂണിറ്റീസ് കോഴ്സസ് ചോദിച്ചിട്ടുണ്ട്. HR ഇപ്പം നിങ്ങൾ ബാച്ചിലർ കൊമേഴ്സ് ആണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ HR ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അല്ലാത്ത കേസിൽ HR നമുക്ക് പഠിക്കണമെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 6 to 1 year എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് HR പഠിക്കാനായിട്ട്. ബിടെക് ഗ്രാജുവേഷൻ ആണ്, എനിക്ക് നോൺ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നാണ്. ഡെഫിനറ്റ്ലി പഠിക്കാൻ പറ്റും. കാരണം അതിന് നമുക്കൊരു വാലിഡ് റീസൺ എംബസിക്ക് കൊടുക്കണം, എന്തുകൊണ്ട് ഞാൻ കോഴ്സ് സ്വിച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഒരുപാട് പ്രൊഫൈൽ ഞാൻ ഓർക്കുന്നുണ്ട് ടെക്നിക്കൽ കഴിഞ്ഞിട്ട് ഫാമിലിയിൽ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്, അങ്ങനെ ഫാമിലി ബിസിനസ് ഉള്ളതുകൊണ്ട് ബിസിനസ്സിലോട്ട് സ്വിച്ച് ചെയ്യുന്നു എന്നൊക്കെ നമ്മളൊരു വാലിഡ് റീസൺ കൊടുക്കുവാണെങ്കിൽ, അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് സ്ട്രീമിലാണെങ്കിൽ അതിന്റെ ബേസിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് MBA ചെയ്യാം. നിങ്ങൾക്ക് മാനേജ്മെന്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റും. PG ആണോ മാസ്റ്റർ ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ റെഗുലർ ആയിട്ട് എന്റെ ഡേ ടു ഡേ ഈ ഓഫീസ് പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ എന്നും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇപ്പൊ നിങ്ങൾ കാനഡ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് PG, അതായത് നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി PG ഡിപ്ലോമ സെലക്ട് ചെയ്യാം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാനഡയുടെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് കോളേജസ് ഇങ്ങനെയുള്ള PG ഡിപ്ലോമാസ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ രീതിയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ എടുക്കാം. ഇനി അതേസമയം നിങ്ങൾ പഠിച്ച് തിരിച്ചു വരിക, അതായത് ഗോ സ്റ്റഡി ആൻഡ് കം ബാക്ക് എന്നൊരു ഇന്റൻഷൻ ആണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യണം ഇന്റൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അക്കാഡമിക് പെർസെന്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ക്രെഡൻഷ്യൽ എടുക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ എക്സ്പോഷർ തരും. പക്ഷെ അതേസമയം കാനഡയിൽ പഠിച്ച് ഒരു 3-4 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനാണെങ്കിലും നിങ്ങൾക്ക് PG ഡിപ്ലോമ എടുക്കാം. ബിക്കോസ് യു ആർ ഹോൾഡിംഗ് എ നോർത്ത് അമേരിക്കൻ വർക്ക് എക്സ്പീരിയൻസ്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ വന്നാൽ ബെറ്റർ എക്സ്പോഷർ കിട്ടും. ഡെന്റിസ്റ്റ്, ഓക്കെ. നമ്മൾ ഈ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാമിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അവിടുത്തെ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഡെന്റൽ കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം എന്താ, നമുക്ക് നേരിട്ടൊരു മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെന്റൽ ഹൈജീൻ പ്രോഗ്രാംസ്, ഡെന്റൽ കെയർ അഡ്മിൻ അല്ലെങ്കിൽ ഡെന്റൽ അസിസ്റ്റന്റ്ഷിപ്പ് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ നിങ്ങളുടെ എലിജിബിലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനെ കുറിച്ചോ വിസയെ കുറിച്ചോ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ കാനപ്രൂ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെർച്വൽ സർവീസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങളുടെ വെർച്വൽ സർവീസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് us ഫോർ ടുഡേയ്സ് വെബിനാർ. സോ വളരെ ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. So thank you so much for that.
പിന്നെ ഈ സെഷന്റെ കഴിഞ്ഞാൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവേ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ഐ ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ, റൈറ്റ്? So once again, thank you so much for joining us. So if you have any question, please connect us. Thank you. Okay, my name is Veera. I'm coming from Chalakuri, Thrissur district. With the reviews and all, I consulted CanApprove. I had applied for a student visa. And by July 20th, I got my visa in hand after stamping. And I'm really happy to choose as to go to Canada. And CanApprove helped me a lot. Thank you. Hi, I'm Praveen. I'm from Miro. Then I went in the last neck of the moment, like it was only 1.5 months or 2 months back. But still, I was able to get admission in Cape Breton University. It was all through the consultancy people here. I have to thank them for the admit card from the Cape Breton. So all thanks to CanApprove and the counselors here. എൻ്റെ പേര് ജിഫിൻ എന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് കൺസൾട്ടൻസിനെ അപ്രൂവ് ചെയ്തിരുന്നു ഈ സെയിം സ്റ്റഡി വിസയുടെ കാര്യം ആലോചിച്ചിട്ടുണ്ട് തന്നെ. പക്ഷേ ഒട്ടുമിക്ക കൺസൾട്ടൻസികളും പറഞ്ഞത് 6 years ഗ്യാപ്പിൻ്റെ മുകളിലായതുകൊണ്ട് എനിക്ക് കിട്ടില്ലെന്നാണ്. CanApproveനെ വിളിച്ച് ഇവരെ കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്തത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ അപ്രോച്ച് എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് വിസ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. സ്റ്റാമ്പ് ചെയ്ത് എനിക്കിത് ഇന്ന് കിട്ടി കയ്യിൽ. അപ്പം താങ്ക് യു CanApprove ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട് ഇൻ ദിസ്. അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൗസ് വിസയ്ക്ക്, വൈഫ് സ്റ്റുഡൻ്റ് ആയിട്ട് പോയതാണ്. എല്ലാം CanApprove ചെയ്തത്. Hello, myself Vaishak Kundan, I'm from Trivandrum. The entire thing from end to end was handled by the consultants only, and process was very smooth. And now I think my goal, and I would say nothing, don't regret or don't take a second chance, simply go with CanApprove. My name is Krishnan Mani. I'm from Cochin, Kerala. I applied for the Canadian permanent residence visa application through CanApprove Cochin office. I should say that the services were of extremely high standard and very high quality. So having said this, I'm extremely happy to show you and to let you all know that with the guidance of the entire CanApprove staff, I have successfully received my Canadian permanent residence visa. Hi, I'm Sylvia from Coimbatore. I'm so happy to inform that I got my student visa process for this fall intake in Canada, and here is my visa. Thank you CanApprove for your service. Hi, my name is Nikita Martin Hendricks, and I have been a client of CanApprove. So I would say it was a very good experience, and I would definitely refer my friends and whoever I come across to CanApprove. Hi, I'm Srinath. I was working in Australia for 2 years, and then I wanted to study in Canada. So now I got admitted into Lambton College. CanApprove really helped me out. Everything was online. It was just like that. Thanks again. Good evening. I'm Reyes Nishant from Trivandrum. I'm here today to speak to you a bit about my Canada PR application process with CanApprove Consulting Services Cochin. Today I came here to CanApprove to collect my passports. This is correction, the stamped passports, right, with the confirmation of permanent residence, the visa stamped. So months of waiting have finally come to an end. I highly recommend CanApprove as a consulting agency, as a professional team. Hi all, this is Biju Balashran and this is my wife, and today I am here with my visa, and it's a great pleasure for me to talk about this, and I would like to extend all my happiness and sincere thanks to the CanApprove family for the 20 years of expertise in this. Hi, I'm Devika. This is my wife, and finally we got our visa stamped passports. I'm talking from CanApprove Consultancy. We started our journey with CanApprove on 2018 February and December. This is 10 months for our visa stamped passport and confirmation. A huge thanks to CanApprove.
So yeah, we are flying soon. Yeah, this is the stamp this one. Yeah, again and again we are Yeah, happy. So yeah, that's it. Thank you. ഹായ്, ഞാൻ സജിത്ത്, ഇതെൻ്റെ വൈഫ് ദേവി, എൻ്റെ മകൾ നിരാമയ. 2019 മാർച്ചിൽ ഞങ്ങൾക്ക് ITA വന്നു, ഇൻവിറ്റേഷൻ വന്നു. അതിനുശേഷം ഇപ്പോൾ ഡിസംബറിൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു. അപ്പോൾ വളരെയധികം സന്തോഷം. ഇങ്ങനൊരു ഏജൻസിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ പറ്റിയല്ലോ. ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായില്ല അവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഞങ്ങൾ കാനഡയിലേക്ക് പോവുകയാണ്. ഇനി കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാൻ കാനപ്രൂ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി എൻ്റെ സുഹൃത്തുക്കളോട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് കാണുന്ന ആളുകളോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാനപ്രൂ വഴി തന്നെ നിങ്ങൾ കാനഡ സെലക്ട് ചെയ്യണം. വളരെയധികം സപ്പോർട്ടീവ് ആയിരിക്കും. Hello people, myself Shilpa Srikumar. It is with great pleasure I'm sitting here because I've got admission for supply chain and logistics management at St. Lawrence, Ontario for this Jan 2020 intake. So overall, if you are focusing on your dreams, your priorities and all, rather than focusing for a more popular and a profit-making organization, I will definitely recommend CanApprove because they are completely trustworthy and genuine. So in this situation, I really express my immense thanks to CanApprove. Hello all, my name is Arvind Balaji. I really impressed by the service provided by CanApprove. This is my visa stamping passport. Hi, this is Alan Ronaldo. I got my visa approved within a week thanks to him. Thank you, CanApprove. Hi, I'm Pratibha, ASM of CanApprove. I'm happy to share about our client Ms. Divya Paradhi and family got Canadian PR with a CRS of 466 points. Thank you, CanApprove, because I don't think we would have made this so quick without you in the documentation process. So it was really helpful. The rest you can anybody can do, but the documentation part was really helpful. Thank you so much. Yeah, thank you. Thank you. Congratulations. Thank you. This is Vaishak. And I'm Neetu. I think after the nomination confirmation, 4 to 5 days after, I got a call saying, okay, my profile has got selected. And that was a kind of a wonderful thing for us. Surprise for us. And definitely this is the right place for you people. And that is all from our side. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. അപ്പോഴാണ് ഞാൻ CanApprove എന്ന് പറയുന്ന ഏജൻസിയിൽ ഞാൻ കാനഡ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വരുന്നത്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് 6.5 months ആകുന്നു. 6.5 മാസം ആയപ്പോഴത്തേന് എനിക്ക് ഇപ്പം എൻ്റെ പെർമനന്റ് റെസിഡൻസിക്കുള്ള ഇത് വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. Hello, this is Dinesh Kumar Satyamurthy. I'm from Erode. The first day I met Vaishni ma'am. She provided me with good information about Canada, how the education system works, especially for the postgraduate courses like diploma, postgraduate diploma and masters. I wish everyone to come here and enjoy the beautiful services of them, and I will also recommend this to my friends and my relatives who are nearby and who have the aim of coming to Canada. Hi all, I'm Ram Kumar from Coimbatore. Few months back, I was planning to do my higher studies in Canada. So at last, through my friends, I heard about CanApprove in Coimbatore. So last week, I got my visa approved. Next week, I'm going to Canada. So I got my stamping done yesterday. So I thank the entire CanApprove team for helping me to achieve my dream.